നമ്മുടെ മൂന്നാമത്തെ ലൂക്ക മീറ്റ് ആണ്. ലൂക്ക മീറ്റിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണത്. അപ്പൊ സാധാരണ നമ്മള് FKSSPയുടെ രാവിലെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ നമ്മളൊരു ലൂക്ക മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വായന കൂട്ടം നമ്മൾ നടത്താറുണ്ട്. അതിൻ്റെ ഉദ്ദേശം ലൂക്കയിൽ വരുന്ന ലേഖനങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും വായിക്കാനുള്ള സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാവരും വായനയിലേക്ക് കൂടുതൽ താല്പര്യമുള്ളവരാവണം എന്നില്ല. അപ്പോൾ അതിന് ഒരു എൻകറേജ്മെന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ രാവിലെ ഒരു ലൂക്ക മീറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഓരോ ലേഖനത്തിലും അത് എഴുതിയിട്ടുള്ള ലേഖകരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേറൊരു സെഷൻ, സെപ്പറേറ്റ് ആയിട്ട് ഒരു സെഷൻ വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു വന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് മൂന്നാമത്തെ സെഷനാണ് നടത്തുന്നത്. ഇത് ലൂക്കയിൽ വന്നിട്ടുള്ള കോക്ലിയയും മുതിർന്നവരിലെ കേൾവി പരിമിതിയും എന്ന ഒരു ലേഖനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണത്. അത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ ഹസ്നയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ഹസ്നയാണ്. ഡോക്ടർ ഹസ്നയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഡോക്ടർ ഹസ്ന ഓഡിറ്ററി സൈക്കോഫിസിക്സ് ആൻഡ് കോക്ലിയർ ഇംപ്ലാന്റ് സിഗ്നൽ പ്രോസസ്സിംഗിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചറാണ്. പിന്നെ 10 വർഷത്തോളമുള്ള അക്കാഡമിക്സിലും റിസർച്ചിലും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എഡ്യൂക്കേറ്ററാണ്, മെന്ററൊക്കെയാണ്. നമുക്ക് കൂടുതൽ ഹസ്നയിൽ നിന്ന് തന്നെ കേൾക്കാം. കൂടുതൽ സമയം നമുക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഹസ്നയിലേക്ക്. ഹസ്ന. താങ്ക് യു പാർവതി. എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കേൾവിക്കുറവ്, അതിൻ്റെ ആരോഗ്യവശങ്ങളെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും പല ഇടങ്ങളിൽ നിന്നായി കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ ഒരു ടോക്കിൽ കൂടുതൽ ഉദ്ദേശിക്കുന്നത് കേൾവി എന്ന ആ ഒരു പ്രതിഭാസം, അതിനകത്തുള്ള കുറച്ച് രസകരമായ കാര്യങ്ങൾ, അതിനകത്തുള്ള ശാസ്ത്രം, അതിൽ നമുക്ക് ക്യൂരിയോസിറ്റി എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനും, അതിനകത്ത് ഉള്ള നമ്മുടെ കേൾവി എന്നത് ശബ്ദവുമായും നമ്മുടെ മനുഷ്യന്റെയും മറ്റു ജീവികളുടെയും പരിണാമവുമായും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പുതിയ കാര്യങ്ങൾ പറഞ്ഞു പോകാനുമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള മുതിർന്നവരിലെ കേൾവിക്കുറവ്, അപ്പൊ അതിനകത്തുള്ള കുറച്ച് സവിശേഷമായ കാര്യങ്ങൾ അതും പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി ടോക്കിലേക്ക് പോവാം. ശബ്ദം, നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശബ്ദം. നമ്മൾ വളരെ സ്വാഭാവികമായി അനുഭവിക്കുന്ന ഒന്നാണ് ശബ്ദം, കേൾക്കുന്ന ആൾക്കാർ. ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു രണ്ട് സാധനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴോ, നമ്മൾ കൈകൊട്ടുമ്പോൾ രണ്ട് കൈകൾ തമ്മിൽ ചേർക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോക്കൽ കോഡുകൾ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ശബ്ദം ഉണ്ടാകുക. ഒരു കാട്ടിൽ ഒരു മരം വീഴുകയാണെങ്കിൽ ആ മരം താഴെ വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ശബ്ദം എന്ന് അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ കേട്ടില്ലെങ്കിലും ശബ്ദം അവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു വൈബ്രേഷൻ, വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ ആ ഒരു വസ്തു ഒരു ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ അത് വൈബ്രേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചുറ്റുപാടുള്ള കണികകളിലേക്കും ഈ എനർജി പാസ് ചെയ്യുകയും ഇത് നമ്മുടെ ചെവിയിൽ എത്തുകയാണെങ്കിൽ നമ്മളത് കേൾക്കുകയും ചെയ്യുന്നു. ചെവിയിൽ എത്തിയില്ലെങ്കിൽ നമ്മൾ കേൾക്കില്ല. പല രീതിയിലുള്ള വൈബ്രേഷൻസ് ഉണ്ട്. നമ്മൾ കേൾക്കുന്ന വൈബ്രേഷനുകളും ഉണ്ട്, കേൾക്കാത്ത വൈബ്രേഷനുകളും ഉണ്ട്. നമ്മളെപ്പോഴും മനുഷ്യന്റെ കേൾവി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിനെ വേർതിരിക്കുന്നത്. അതായത് നമ്മൾ കേൾക്കുന്നതിന് മുകളിലേക്കുള്ള ഫ്രീക്വൻസികളെ അൾട്രാസോണിക് എന്നും താഴേക്കുള്ളതിനെ ഇൻഫ്രാസോണിക് എന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളും കേൾക്കാത്ത ശബ്ദങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ മാത്രമല്ല കേൾക്കുന്നത്. മൃഗങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷികൾ കേൾക്കുന്നുണ്ട്, മത്സ്യങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മളെക്കാളും കേൾവി ശക്തി കൂടിയ ജീവജാലങ്ങൾ ഒരുപാട് ഈ ഭൂമിയിലുണ്ട്. ശബ്ദം കേൾക്കുക എന്നത് ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ സംവേദനം ആണ് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ചെടികളും മരങ്ങളും ഒക്കെ കേൾക്കുന്നു എന്ന് നമുക്ക് ഈയിടെയുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ശബ്ദത്തോട് പ്രതികരിക്കുന്നതായി ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത്
ഈവൻ വണ്ടുകൾ അനങ്ങുന്നതും വണ്ടുകളുടെ മൂളലും അതിനോടുള്ള പ്രത്യേക മൂളലുകളുടെ കാര്യങ്ങളൊക്കെ ചെടികൾ അതിനെ അതുമായിട്ട് പ്രതികരിക്കുന്നതായിട്ട് പഠനങ്ങളുണ്ട്. അപ്പം മനുഷ്യര് മാത്രമല്ല ജീവജാലങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷികളും മൃഗങ്ങളും ഡോൾഫിനുകളും വവ്വാലുകളും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കാളും കേൾവി കൂടുതലും കുറവുമുള്ള ജീവികളും ഉണ്ട്. അപ്പൊ എന്താണ് കേൾവിയുടെ അടിസ്ഥാനം? നമ്മൾ എന്തിനാണ് കേൾക്കുന്നത്? അപ്പൊ ഇതൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞു പോകുന്നത്. ശബ്ദത്തിന് നമ്മള് ഏതൊരു ശബ്ദം എടുത്താലും ശബ്ദം എന്ന് പറയുമ്പോ ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ആഹ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് വസ്തുക്കൾക്ക് വളരെ വേഗതയിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുണ്ട്. വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഒരു സ്വന്തം സ്ഥാനത്ത് നിന്ന് വ്യതിചലിച്ച് തിരിച്ച് സ്വന്തം സ്ഥാനത്തേക്ക് എത്തുക. അതിനെയാണ് ഒരു വൈബ്രേഷൻ, ഒരു സൈക്കിൾ ഓഫ് വൈബ്രേഷൻ എന്ന് പറയാ. അപ്പൊ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും. അങ്ങനെ വളരെ വേഗതയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന വസ്തുക്കളുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡിൽ നമ്മളൊന്ന് തൊടുകയാണെങ്കിൽ അത് വേഗം തിരിച്ചതിന്റെ സ്ഥാനത്തേക്ക് തിരിച്ചെത്തും. അതേപോലെ തന്നെ വളരെ പതിയെ വൈബ്രേറ്റ് ചെയ്യുന്ന വസ്തുക്കളും ഉണ്ട്. അപ്പൊ വസ്തുക്കളുടെ ചലനം അനുസരിച്ച് അത് ഉണ്ടാക്കുന്ന വൈബ്രേഷൻ അതിന്റെ ഫ്രീക്വൻസി എത്ര എത്ര ഒരു സെക്കൻഡിൽ എത്ര തവണ അതിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുക. അതുപോലെ അതിന് എത്ര ദൂരത്തേക്ക് ചലിക്കാൻ പറ്റും. ചില വസ്തുക്കൾക്ക് നമ്മൾ അതിനെ ഒന്ന് കൊട്ടിയാൽ അത് വേഗം ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരും. അപ്പൊ അതിനെയാണ് അതിന്റെ തീവ്രത എന്ന് പറയാ. എത്ര സമയം എടുത്താണ് അത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വസ്തുക്കളുടെ വൈബ്രേഷനെ നമുക്ക് പല രീതിയിൽ വിശേഷിപ്പിക്കാൻ പറ്റും. അതിൽ പ്രധാനമായും നമ്മൾ ഫ്രീക്വൻസിയാണ് പ്രധാനമായും ഒരു അടിസ്ഥാനം. വളരെ വേഗതയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതും വളരെ പതിയെ വൈബ്രേറ്റ് ചെയ്യുന്നതും ആയിട്ടുള്ള വസ്തുക്കളുണ്ട്. ഇപ്പൊ നമ്മള് എന്തൊക്കെയാണ് ഈ വൈബ്രേഷന്റെ ഫ്രീക്വൻസി നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാല് ഒരു വസ്തു വളരെ സ്റ്റിഫായിരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ ഉദാഹരണം റബ്ബർ പോലെ വലിച്ചു നീട്ടി വെച്ചിരിക്കുന്ന ഇലാസ്റ്റിസിറ്റി കൂടിയ ഒരു വസ്തു ആണെങ്കിൽ അതിന് വളരെ വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ അതേസമയം മാസ് കൂടിയ ഒരു വസ്തു ആണെങ്കിൽ അതിന്റെ വൈബ്രേഷൻ സ്ലോ ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ചില പ്രത്യേകതകൾ ഓരോ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്യുന്നതിലുണ്ട്. നമുക്കിത് നമ്മുടെ ഒരു മനുഷ്യരിലേക്ക് വരികയാണെങ്കിൽ ആണുങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശബ്ദത്തിൽ വ്യത്യാസമുണ്ട് അല്ലെ. പുരുഷന്മാരുടെ ശബ്ദം എപ്പോഴും ഒരു ബാസ് ആണ്. ബാസ് എന്ന് പറയുമ്പോൾ അതൊരു ലോ ഫ്രീക്വൻസിയാണ്. സ്ത്രീകളുടെ ശബ്ദം കുറച്ചധികം ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാനം സ്ത്രീകളുടെ വോക്കൽ കോഡ് മാസ് കുറഞ്ഞതും ഇലാസ്റ്റിസിറ്റി കൂടിയതുമാണ്. കുറച്ച് സ്റ്റിഫായി വലിച്ചു നീട്ടാൻ പറ്റുന്നതാണ്. അതേസമയം പുരുഷന്മാരിലെ വോക്കൽ കോഡ് മാസ് കൂടുതലും സ്റ്റിഫ്നെസ് കുറവാണ്. അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന വസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടാക്കുന്ന ശബ്ദവും. ഇനി നമുക്ക് കേൾവിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പല തരത്തിലും പല ഫ്രീക്വൻസികളിലും ഉള്ള ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇല അനങ്ങുന്നുണ്ട്, കുട്ടികൾ കരയുന്നുണ്ട്, ആളുകൾ സംസാരിക്കുന്നുണ്ട്, മൃഗങ്ങളുടെ ഒച്ചയുണ്ട്, വണ്ടികളുടെ ഒച്ചയുണ്ട്, നമ്മൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങളുമുണ്ട്. പലതരത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്, ഒരു ജീവി എന്തൊക്കെയാണ് കേൾക്കുന്നത്, എത്ര ഫ്രീക്വൻസി വരെ നമുക്ക് കേൾക്കാം. മനുഷ്യരിൽ 20 മുതൽ 20,000 ഹേർട്സ് വരെയുള്ള ശബ്ദങ്ങളാണ് കേൾക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? നമ്മൾ എന്താണ് അത് മാത്രം കേൾക്കുന്നത്? നമുക്ക് എന്തുകൊണ്ടും അതിനപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് കേൾക്കാൻ പറ്റുന്നില്ല. വവ്വാലുകളിലും ഡോൾഫിനുകളിലും 20,000 ഹെർട്സിന് അപ്പുറത്തേക്കുള്ള ശബ്ദം അവർക്ക് കേൾക്കാമെന്ന് പറയുന്നു. അതെന്തിനാണ് അവർ അത്രയും കേൾക്കുന്നത്? ആനകൾ നമ്മൾ മനുഷ്യർ കേൾക്കുന്ന 20 ഹെർട്സിന്റെ താഴെയുള്ള വളരെ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അതായത് നമ്മളത് കേൾക്കുന്നില്ല, ആനകൾ അത് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ആന അത് കേൾക്കുന്നത്? ഇങ്ങനെ ഒരു ജീവി എന്ത് കേൾക്കണം, എന്ത് കേൾക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ ഘടകം എന്തായിരിക്കും? ഏതൊക്കെ ഫ്രീക്വൻസികൾ അതിന് കേൾക്കണം എന്ന് തീരുമാനിക്കുന്നതിന്റെ പ്രധാന ഘടകം അതിജീവനം എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ജീവി ഇര പിടിക്കുന്നത്,
എന്തൊക്കെ ജീവികളാണ് അതിനെ ആക്രമിക്കാൻ വരുന്നത്. അപ്പോ ഇര പിടിക്കാൻ പോകുന്ന ഒരു ജീവിക്ക് ഇരയുടെ ശബ്ദം തിരിച്ചറിയണം. അപ്പൊ ഇരയുടെ ശബ്ദം ഏത് ഫ്രീക്വൻസിയിലാണ്, ആ ഫ്രീക്വൻസി ആ ജീവി കേൾക്കേണ്ടത് ആവശ്യമാണ് അതിജീവനത്തിന്. അതേപോലെ ഈ ജീവിയെ ആക്രമിക്കാൻ വരുന്ന ജീവികളുടെ ശബ്ദത്തിൽ നിന്നായിരിക്കും അത് രക്ഷ തേടുന്നത്. അപ്പൊ ആ ശബ്ദവും കൃത്യമായി കേൾക്കുകയും അത് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഏത് സമയത്താണ് ഇര പിടിക്കുന്നത്? പകൽ സമയത്താണ് ഇര പിടിക്കുന്നതെങ്കിൽ കാഴ്ചയും കൂടി ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റും. രാത്രി ഇര പിടിച്ച് ജീവിക്കുന്ന ജീവിയാണെങ്കിൽ കാഴ്ച ഉപയോഗിക്കുന്നത് കുറയുകയും കേൾവി ശക്തി കൂടുതലായി ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുകയും പരിണാമപരമായിട്ട് നോക്കുമ്പോൾ ആ ജീവികളിൽ കേൾവി ശക്തി വളരെയധികം ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്നത് കാണാനും പറ്റും. അപ്പൊ നമ്മള് മെയിൻ ആയിട്ടും ഇര പിടിക്കുന്ന രീതി, ഇര പിടിക്കുന്ന സമയം, ഇര പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങൾ, ഇരയുടെ ശബ്ദം, പ്രിഡേറ്ററിന്റെ ശബ്ദം, ഇതൊക്കെയാണ് ആ ശബ്ദത്തിന്റെ ഫ്രീക്വൻസികളാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യർ, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം അവയുടെ സ്പീഷീസുമായി പരസ്പരം ആശയവിനിമയത്തിനും കേൾവി ഉപയോഗിക്കുന്നുണ്ട്. ഇണചേരുന്നതിനും. മനുഷ്യരാണെങ്കിൽ മനുഷ്യർക്ക് ആശയവിനിമയം, ഭാഷ കൈകാര്യം ചെയ്യാൻ ശബ്ദം അനിവാര്യമാണ്. പക്ഷികൾ, പാട്ട് പാടുന്ന പക്ഷികൾ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഈ സോങ് ബേർഡ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലുള്ള പക്ഷികൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ പാട്ടുകളുടെ പ്രത്യേകത അനുസരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മിക്കവാറും ജീവികൾ ശബ്ദത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവരിൽ വ്യത്യസ്തമായിട്ടായിരിക്കും കേൾവി ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ പലതരം ഘടകങ്ങൾ ഒരു ജീവിയുടെ കേൾവി ശക്തി ഡെവലപ്പ് ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ അതിജീവനം ഒരു പ്രധാന ഘടകമാണ്. അതിനനുസരിച്ചിട്ട് പരിണമിച്ചുണ്ടാവുന്നതാണ് കേൾവിയുടെ അവയവങ്ങൾ. അതോടൊപ്പം തന്നെ ഇതിന് ഫിസിക്സ് നൽകുന്ന ഒരു ബാരിയറും ഉണ്ട്. ഇപ്പോ ഒരു വളരെ ചെറിയ ചെവിയുള്ള ഒരു ജീവിയാണെങ്കിൽ ആ ജീവിക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ ഏറ്റവും ചെറിയ ലോ ഫ്രീക്വൻസി, അതിനൊരു ലിമിറ്റ് ഫിസിക്സ് തന്നെ വെക്കുന്നുണ്ട്. അതേപോലെ ആനയിലൊരു വലിയ ചെവിയാണ്. ആനയുടെ വലിയ ചെവി കാരണമാണ് ആനയ്ക്ക് ഒരുപാട് അകലത്തിൽ, ഒരുപാട് കിലോമീറ്റർ അപ്പുറത്തുള്ള ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫിസിക്സ് നിർണയിക്കുന്ന ചില ലിമിറ്റുകളും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചെവിയുടെ ഡെവലപ്മെന്റിന് എവല്യൂഷൻ, ഫിസിക്സ്, ബയോളജി, ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെവിയുടെ ഡെവലപ്മെന്റ്. നമ്മൾ കേൾക്കുന്നത് പ്രധാനമായും ജീവികൾ പ്രധാനമായും കേൾക്കുന്നത് 2 തരത്തിലാണ്. പ്രധാനമായും ഉള്ള നമ്മുടെ കേൾവിയുടെ അവയവം കോക്ലിയ എന്ന് പറഞ്ഞ് ചെവിയുടെ ഉൾചെവിയിലിരിക്കുന്ന കോക്ലിയയാണ് നമ്മുടെ കേൾവിയുടെ അവയവം. ശബ്ദം കോക്ലിയയിൽ ചേർന്നാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഈ കോക്ലിയയിലേക്ക് എത്തുന്നതിന് 2 വഴികളുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു വഴിയാണ് നമുക്ക് എല്ലാവർക്കും ചെവി തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ചെവിയിൽ ഒരു ദ്വാരമുണ്ട്, ഒരു വാതിലുണ്ട്. അതുവഴി ശബ്ദം ഉള്ളിലേക്ക് കടന്ന് ഇയർ ഡ്രം അല്ലെ കർണപുടം എന്നതിൽ തട്ടി നമ്മുടെ മധ്യകർണത്തിന്റെ അകത്തുള്ള 3 എല്ലുകളിലൂടെ സഞ്ചരിച്ച് കോക്ലിയയിൽ എത്തുന്നു. ഇതാണ് ഒരു പ്രധാനമായ റൂട്ട്. ഇതല്ലാതെ തന്നെ നമ്മുടെ തലയോട്ടി ഒരു എല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് തലയോട്ടി, സ്കൾ. ഈ തലയോട്ടിയിൽ തട്ടുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ നേരിട്ട് കോക്ലിയയിൽ എത്തുന്നു. ഇതും ഒരു മാർഗമാണ്. ചില ജീവികളിൽ താടി എല്ല് വഴിയും നേരിട്ട് കോക്ലിയയിൽ എത്തുന്നുണ്ട്. അതായത് പുറം ചെവിയെയും മധ്യകർണത്തെയും ബൈപ്പാസ് ചെയ്തിട്ട് നേരിട്ട് കോക്ലിയയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കോക്ലിയയിൽ ശബ്ദം എത്തിച്ചേരുക, അതിന് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. എത്തിച്ചേരുന്ന ശബ്ദം കോക്ലിയയുടെ ഉള്ളിലുള്ള വളരെ സൂക്ഷ്മമായ ചില കോശങ്ങൾ ഇലക്ട്രിക്കൽ സിഗ്നലുകളായി ഈ ശബ്ദത്തെ കൺവേർട്ട് ചെയ്യുകയും അത് നരമ്പുകളിലേക്ക് കൊടുത്ത് നരമ്പുകൾ വഴി തലച്ചോറിൽ എത്തുകയും ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെയാണ് കേൾക്കുന്നത്.
ശബ്ദം ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ ആണ്. അത് കോക്ലിയയിൽ പല രീതിയിലാണ് എത്തിച്ചേരുന്നതൊക്കെ മെക്കാനിക്കൽ വൈബ്രേഷൻ ആയിട്ട് തന്നെയാണ് എത്തിച്ചേരുക. ഒരു വസ്തുവിൽ തട്ടി മറ്റൊരു വസ്തുവിലേക്ക് എത്തി അങ്ങനെ എത്തുകയാണ് ചെയ്യുക. ഒടുവിൽ അവിടെ എത്തുന്ന ഈ മെക്കാനിക്കൽ വൈബ്രേഷനെ കോക്ലിയയാണ് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ നാഡികൾക്ക് ഇതിനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സ്വീകരിച്ച ശബ്ദങ്ങൾ ഇലക്ട്രിക്കൽ സിഗ്നലുകളുടെ രൂപത്തിൽ അതിനെ തലച്ചോറിൽ എത്തിച്ച് തലച്ചോറാണ് ഈ ശബ്ദത്തിന് കേൾക്കുന്നു എന്നുള്ള ഒരു മാനം കൊണ്ടുവരുന്നത്. നമ്മൾ കോക്ലിയയിൽ എത്തുന്ന ശബ്ദം തലച്ചോറിൽ കൃത്യമായി എത്തിയാൽ മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രധാന സംവേദന അവയവം കോക്ലിയയും നമ്മൾ കേൾക്കുന്നത് തലച്ചോറിലുമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു നമുക്ക് നേരിട്ട് കോക്ലിയയിലേക്ക് തലയോട്ടി വഴി ശബ്ദം എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ ചെവി വിരലുകൾ കൊണ്ട് നിങ്ങളൊന്ന് അടച്ചു നോക്കുകയാണെങ്കിൽ, എന്നിട്ട് നിങ്ങളൊന്ന് ആ എന്ന് പറഞ്ഞു നോക്കിയാൽ ചെവി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശബ്ദം മാറുന്ന പോലെ തോന്നാം. നിങ്ങൾ ചെവി തുറന്നു പിടിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ എത്തുന്നത് ഈ രണ്ട് പാതയും ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ ചെവി അടച്ചു പിടിക്കുമ്പോൾ മെയിനായിട്ടും നിങ്ങളുടെ ശബ്ദം ഈ തലയോട്ടി വഴി കണ്ടക്ട് ചെയ്തെത്തുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ചിലപ്പോ വാട്സപ്പിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് ഒന്ന് കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യേ ഇത് എന്റെ ശബ്ദം തന്നെയാണോ എന്ന് തോന്നാറുണ്ട് അല്ലേ? അപ്പൊ സാധാരണ നമ്മുടെ ശബ്ദം കേൾക്കുന്നത് മെയിനായും ഈ നമ്മുടെ താടിയെല്ലുകളും തലയോട്ടിയൊക്കെ അതിന്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യുകയും നേരിട്ട് കോക്ലിയയിലേക്ക് ഈ ശബ്ദം എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫോണിൽ നമ്മുടെ ശബ്ദം പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ അത് പ്രധാനമായും എത്തുന്നത് നമ്മുടെ എയറിലൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം തന്നെ ഇത് വേറെ ആരുടെ ശബ്ദമാണല്ലോ എന്നൊക്കെ തോന്നാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെവിയിലേക്ക് ശബ്ദം എത്തുന്നു എന്നുള്ളതാണ്. ഇനി മനുഷ്യർക്ക് എല്ലാവർക്കും രണ്ട് ചെവികളുണ്ട് അല്ലെ? നമുക്ക് എന്തിനാണ് രണ്ട് ചെവികൾ? നമ്മൾ ഒരു ചെവി അടച്ചു പിടിച്ചാലും നമുക്ക് എല്ലാം കേൾക്കാം അല്ലെ? ഒരു ചെവിയിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വീട്ടിലിരിക്കുന്ന വേറൊരാൾ സംസാരിക്കുമ്പോൾ അവർ പ്രതികരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെവി പോരെ. നമ്മൾ എന്തിനാണ് ഈ രണ്ട് ചെവി തലയുടെ രണ്ട് വശത്തുമായിട്ടിരിക്കുന്നത്? ഈ ചെവി നമുക്ക് എടുത്ത് നെറ്റിയിൽ വെച്ചാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇത് തലയുടെ വശത്ത് തന്നെ ഇരിക്കണം നിർബന്ധമാണോ? അപ്പോ ഇതിന്റെ ഒരു പ്രധാന അടിസ്ഥാനം നമ്മുടെ കേൾവിയുടെ ഒരു ഉപയോഗം എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് എന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് അതിജീവനത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? എവിടെയാണ് ഇര ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കുന്ന ജീവി എവിടെയാണ് ഇരിക്കുന്നത്, ഇത് നമുക്ക് പരിണാമപരമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ശബ്ദത്തെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ രണ്ട് ചെവി ഉപയോഗിക്കുന്നത്. രണ്ട് ചെവിയിലൂടെയും വരുന്ന ശബ്ദങ്ങൾ നമ്മുടെ തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വെച്ച് കൂടിച്ചേരുകയും പരസ്പരം താരതമ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് അറിയാമായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും പറയും ഇരു ചെവി അറിയാതെ, രണ്ട് ചെവിയിലൂടെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുന്നു നമുക്ക് പലർക്കും അറിയില്ല. പക്ഷെ രണ്ട് ചെവി, ഇടത് ചെവിയിലെയും വലത് ചെവിയിലെയും ഇൻഫർമേഷൻ തലച്ചോറ് ഒരു പോയിന്റിൽ വെച്ച് ഒന്നിച്ചു കൊണ്ടുവരികയും അതിനെ താരതമ്യം ചെയ്യുകയും ചെയ്തിട്ടാണ് ശബ്ദം ഏത് ദിക്കിൽ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനാണ് നമുക്ക് രണ്ട് ചെവികൾ. ഇതിനകത്തും ജീവികൾ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് മനുഷ്യർക്കും സസ്തനികൾക്കും എല്ലാവർക്കും രണ്ട് വലിയ ചെവികൾ ഉണ്ട്. അതില് നിങ്ങൾ ചില പശുക്കളിലും വവ്വാലുകളിലും ഒക്കെ എടുത്തു നോക്കിയാൽ നല്ലൊരു കോണാകൃതിയിലുള്ള ഒരു പുറം ചെവി കാണാം. ഈ പുറം ചെവിയുടെ പ്രധാനമായുള്ള ഫംഗ്ഷൻ ശബ്ദത്തെ ശേഖരിച്ച് അകത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ്. പക്ഷെ പക്ഷികളില് ഈ പുറം ചെവികൾ വളരെ ചെറുതാണ്, ഒരു ചെറിയ ഹോള് മാത്രമേ ഉള്ളൂ. ഇത് തമ്മിൽ തലച്ചോറിൽ വെച്ചിട്ടല്ല ഈ ഇടതും വലതും തമ്മിലുള്ള താരതമ്യം നടക്കുക. പക്ഷികളിൽ അത് നമ്മുടെ വായുടെ ലെവലിൽ തന്നെ വെച്ചിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു ട്യൂബ് വഴി രണ്ട് ചെവിയും കണക്റ്റഡ് ആണ് നമ്മുടെ വായുടെ ലെവലില്. പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യരിലും മറ്റു മൃഗങ്ങളിലും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാല്
മനുഷ്യരും പൊതുവെ സസ്തനികളെല്ലാം തന്നെ ചവച്ച് ഭക്ഷണം കഴിക്കുന്ന ജീവികളാണ്. അപ്പോൾ നമ്മുടെ മൗത്തിന്റെ ലെവലിൽ ഒരു കമ്പാരിസൺ, ചെവികൾ തമ്മിൽ കണക്റ്റഡ് ആയാൽ നമ്മൾ ചവിക്കുന്ന ശബ്ദങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പശുക്കളിലും ഒക്കെ എപ്പോഴും ചവയ്ക്കുന്ന ജീവികളാണ്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടായി ഒരു വ്യത്യാസപ്പെട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 റൂട്ട് വഴി തലച്ചോറിന്റെ ഇടതും വലതും വശത്ത് എത്തുകയും തലച്ചോറിന്റെ തലച്ചോറിൽ വെച്ച് മാത്രം ഈ 2 ഇൻഫർമേഷനും ഒന്നിച്ചു വരികയും ചെയ്യുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ പോയിട്ട് പിന്നീട് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇത് പക്ഷികളിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പുറം ചെവി പല ആളുകളിലും പല ജീവികളിലും പലതായിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വായിക്കാവുന്നതാണ്. ഇനി പുറം ചെവി നമുക്ക് എല്ലാവർക്കും തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരു ചെവിയുണ്ട്. നമ്മൾ കമ്മലിടാനും ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് കേൾക്കാന്ന് വെച്ചാൽ ചെവിയെ തൊട്ട് കാണിക്കുക. നമ്മുടെ യഥാർത്ഥത്തിലുള്ള കേൾവിയുടെ അവയവം കോക്ലിയാണ്. ഈ പുറമേ ഉള്ള ചെവി, പുറം ചെവി എന്ന് പറയുന്നത് മനുഷ്യരിൽ അത് ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. മറ്റു മൃഗങ്ങളിൽ ഒരു കോണാകൃതിയിലുള്ള ഫണല് പോലെ ഇരിക്കുന്ന പുറം ചെവികളുള്ള ജീവികളിൽ ഇതിനൊരു പ്രാധാന്യമുണ്ട്. ശബ്ദത്തെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യമായിട്ടും വേണം. ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ മുന്നിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെ മാത്രം കൂടുതലായി കടത്തി വിടാനായാണ് ഇതിന്റെ പ്രത്യേക ഷേപ്പ്. അപ്പോൾ പല ജീവികളിലും നിങ്ങൾക്ക് കാണാം പല രീതിയിലാണ് പുറം ചെവി. ഇതിന് കേൾവിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവോ? ഉണ്ട്. നമ്മുടെ ചെവി നമ്മുടെ ചുറ്റിനുള്ള എല്ലാ ശബ്ദങ്ങളും ചെവിയിലേക്ക് എത്തുമ്പോൾ പരിണാമപരമായി ആ ജീവിക്ക് ഏത് ശബ്ദമാണോ, ഏത് ഫ്രീക്വൻസി ആണോ കൂടുതലായി ആവശ്യം, ഇതിനനുസരിച്ചിട്ട് ആ ഫ്രീക്വൻസികളെ മാത്രം ഒന്ന് ആംപ്ലിഫൈ ചെയ്ത്, ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് പുറം ചെവി പ്രവർത്തിക്കുന്നത്. ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് അകത്തേക്ക് കടത്തി വിടാൻ വേണ്ടിയാണ് ചെവിയുടെ ഷേപ്പ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. ആനകൾക്ക് നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ആനകൾക്ക് ഒരു കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തന്നെ ഉള്ള ശബ്ദങ്ങൾ, ഈ ആനകൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മുരളലുകളുണ്ട്. ആ ശബ്ദങ്ങൾ കേൾക്കാനാവും. ഇങ്ങനെയാണ് ഇവര് ഈ കൂട്ടം തെറ്റാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ കിലോമീറ്ററുകൾ താണ്ടി ഒരു ശബ്ദം ഒരു ജീവിയുടെ ചെവിയിലെത്തണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം, ശബ്ദത്തിലുള്ള ഹൈ ഫ്രീക്വൻസികളും ലോ ഫ്രീക്വൻസികളും 2 രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസികൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അതിനു മുന്നേ തന്നെ തീർന്നു പോകും, അതിന്റെ എനർജി തീർന്നു പോകും. എന്നാൽ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾക്ക് വേവ് ലെങ്ത്, ഒരു വേവിന്റെ ഒരു സൈക്കിളിന്റെ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇവർക്ക് ഈ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഒരേ ഉറവിടത്തിൽ നിന്ന് വരുന്ന ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ ഒരുപാട് ദൂരം മുന്നേക്ക് കൂടുതൽ പരിക്കുകളില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കും. പക്ഷേ ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കുറച്ച് ദൂരെ സഞ്ചരിക്കുള്ളൂ. അപ്പോ ആനകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യം ഏതുതരം ശബ്ദങ്ങളായിരിക്കും? ലോ ഫ്രീക്വൻസി അല്ലെ? അപ്പോ ഈ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ ആണ് ഇവർക്ക് ഏറ്റവും പ്രാധാന്യം. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ആംപ്ലിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ വലിപ്പമുള്ള ചെവി ആയിരിക്കണം. വലിപ്പമുള്ള മാസ് കൂടിയ വസ്തുക്കളാണ് ലോ ഫ്രീക്വൻസി വൈബ്രേഷനുകളെ ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആനയുടെ പുറം ചെവി ഇത്രയും വലുതായിരിക്കുന്നത്. മനുഷ്യർക്ക് ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ അത്രയ്ക്ക് ആവശ്യമില്ല. മനുഷ്യർക്ക് വേണ്ടത് സംസാരത്തിലുള്ള ഭാഷ കൈകാര്യം ചെയ്യാൻ ആവശ്യമുള്ള ശബ്ദങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള മനുഷ്യന്റെ ചെവിയുടെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടാൽ അറിയാം, തൊട്ട് നോക്കിയാൽ അറിയാം. കുഴികളും പലതരത്തിലുള്ള കുഴികളുണ്ട് ചെവിയിൽ. അപ്പൊ ഈ പ്രത്യേക സ്ട്രക്ചർ കാരണം നമ്മുടെ ചെവിയിലേക്ക് ശബ്ദങ്ങൾ കടന്നു പോകുമ്പോൾ സംസാര ഭാഷയിലുള്ള ഫ്രീക്വൻസിയിൽ ഉള്ള ശബ്ദങ്ങളെ മാത്രം കൂടുതലായി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അകത്തേക്ക് വിടുന്നുണ്ട്. പ്രത്യേകിച്ചും 1000 മുതൽ 4000 ഹേർട്സ് ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളെ ഇത്തരത്തിൽ നമ്മുടെ പുറം ചെവി ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുക. വവ്വാലുകളിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെവികളാണ് പുറം ചെവികൾ. ഈ വളരെ കുഞ്ഞൻ ചെവികളുള്ള ജീവികൾക്ക്
ഹൈ ഫ്രീക്വൻസിനെ പിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഹൈ ഫ്രീക്വൻസിയുടെ വേവ് ലെങ്ത് വളരെ കുറവാണ്. അപ്പോൾ അതിനെ റെസൊനേറ്റ് ചെയ്യാൻ വളരെ ചെറിയ ചെവികൾ കൊണ്ട് സഹായിക്കും. പക്ഷികളിൽ നോക്കിയാൽ പുറം ചെവി ഇല്ല, പുറം ചെവിയുടെ ആവശ്യമില്ല. അങ്ങനെ പല രീതിയിൽ പുറം ചെവിയുടെ പ്രാധാന്യത്തെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ വായിച്ചു പോയപ്പോ കണ്ട ഒരു കാര്യമാണ് കിളികളിലുള്ള നമ്മൾ പക്ഷികളെ പറ്റി പറഞ്ഞു. അപ്പോ മനുഷ്യർ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ കേൾവി ഇവോൾവ് ചെയ്തിരിക്കുന്നത്. മനുഷ്യന് വളരെ ശബ്ദങ്ങളുടെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പേര് ഹസ്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹ, സ, ന ഈ എല്ലാ ശബ്ദവും കേൾക്കുക മാത്രമല്ല ഹ ഹായായിട്ടും സ സായായിട്ടും നായായിട്ടും കേൾക്കണം. അത് കൂട്ടിച്ചേർക്കണം. അതൊരു സ്ട്രിങ് പോലെ ആക്കി തലച്ചോറ് അതിനെ പ്രോസസ്സ് ചെയ്യണം. അങ്ങനെ ഒരു വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കത് അപ്പൊ തന്നെ കേട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഇതെല്ലാം ഒരേ സമയം നടക്കുകയും വേണം. അപ്പൊ വളരെ പ്രിസിഷനോട് കൂടി ഡെവലപ്പായ ഒരു കേൾവിയാണ് മനുഷ്യരിലേത്. എന്നാൽ ആനകൾക്ക് ഇങ്ങനെ ഓരോ ശബ്ദവും പ്രത്യേകം പ്രത്യേകം കേൾക്കേണ്ട ആവശ്യമില്ല. ആനകൾക്ക് വളരെ ദൂരെ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ആനകളുടെ ആവശ്യം. എന്നാൽ പക്ഷികളിൽ എങ്ങനെയാണ്? നമ്മൾ പക്ഷികളുടെ പലതരത്തിലുള്ള പാട്ടുകളും ഒക്കെ കേൾക്കാറുണ്ടല്ലേ? എന്നാൽ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെയാണോ ഈ പക്ഷികൾ പാടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മള് നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് പോയാൽ കുറേ ശബ്ദങ്ങൾ കേൾക്കാം പക്ഷികളുടെ. പക്ഷെ നമ്മൾ കേൾക്കുന്നത് മാത്രമല്ല ആ പക്ഷികളുടെ ശബ്ദം. ഇതിനുള്ളില് ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മെലഡികളുണ്ട്. അത് മനുഷ്യർക്ക് അത് പെർസീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പക്ഷികൾക്ക് പരസ്പരം അത് പെർസീവ് ചെയ്യാൻ പറ്റും. അവർ അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അവരുടെ കേൾവി, ശ്രവണ വ്യവസ്ഥ ആ രീതിയിൽ വളരെ ഫൈനർ ആയിട്ടുള്ള മ്യൂസിക്കൽ ആസ്പെക്റ്റുകൾ മനസ്സിലാക്കി ഏത് പക്ഷിയാണ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പ്രത്യേകമായി മനസ്സിലാക്കാനുള്ള കഴിവ് പക്ഷികൾക്കുണ്ട്. പക്ഷെ പക്ഷികൾക്ക് കേൾക്കാൻ കഴിയുന്ന ഫ്രീക്വൻസിയുടെ റേഞ്ച് വളരെ കുറവാണ്. അവർക്ക് അത്രയും കേട്ടാൽ മതി. പക്ഷെ കേൾക്കുന്ന ഫ്രീക്വൻസിക്കുള്ളിൽ വളരെ ഫൈനർ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ പോലും അവർക്ക് കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് കാര്യം. ഇനി ഇനി നമുക്ക് രണ്ട് ജീവികൾ, അതായത് വവ്വാലുകളെയും ഡോൾഫിനുകളും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വവ്വാല് ഒരു സസ്തനിയാണ്. ഡോൾഫിൻ വെള്ളത്തിനടിയിലാണ് ജീവിക്കുന്നത്. വവ്വാല് കേൾക്കുന്നത് വായുവിലൂടെ വരുന്ന ശബ്ദവും ഡോൾഫിൻ കേൾക്കുന്നത് വെള്ളത്തിനടിയിലുള്ള ശബ്ദവുമാണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും കേൾവിയിൽ ഒരു സാമ്യമുണ്ട്. വവ്വാലുകളും ഡോൾഫിനുകളും ഇര പിടിക്കുന്നത് ഇരുട്ടിലാണ്. കാരണം വവ്വാല് രാത്രിയിൽ ആണ് സഞ്ചരിക്കുന്നത്, അതിന് കാണാൻ പറ്റത്തില്ല. അപ്പോ ഡോൾഫിൻ സമുദ്രത്തിന്റെ അടിയില് ഇരുണ്ട പ്രദേശങ്ങളിലാണ്, വളരെ ചെളിയൊക്കെ നിറഞ്ഞ പ്രദേശങ്ങളിൽ അതിന് ഇര എവിടെയാണ് ഇരിക്കുന്നത് ഇരയ്ക്ക് ഒളിച്ചിരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോ ഇവർ രണ്ടുപേരും പലതരത്തിലുള്ള ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ അവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരുണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഇരയിൽ പോയി തട്ടി തിരിച്ച് ഇവരിലേക്ക് എത്തി ആ ഒരു എക്കോ എവിടെ നിന്നാണ് വരുന്നതെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഈ രണ്ടാൾക്കാരും ഇരയെ കണ്ടുപിടിക്കുന്നതും മുന്നോട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുന്നതും, ഇരുട്ടിൽ മുന്നേക്കുള്ള വഴികൾ കണ്ടുപിടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു സാമ്യം ഈ രണ്ട് ജീവികൾ തമ്മിലുണ്ട്. ഇതൊക്കെ ജീവികളുടെ ലോകത്തിലുള്ള കേൾവിയിലെ രസകരമായ കാര്യങ്ങളാണ്. ഇനി നമുക്ക് മനുഷ്യരിലേക്ക് വരാം. നമ്മൾ ജീവികളെ പറ്റി കുറെ അധികം പറഞ്ഞു. ഇനി നമുക്ക് മനുഷ്യരിലേക്ക് വരാം. അപ്പൊ മനുഷ്യരിൽ നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ എന്തിന് കേൾക്കുന്നു എന്ന് ചോദിച്ചാല്, മനുഷ്യൻ കേൾക്കുന്നതിന്റെ പ്രധാനമായുള്ള ആവശ്യം മറ്റൊരാൾ സംസാരിക്കുന്നത് മനസ്സിലാക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് മനുഷ്യന് സ്വയരക്ഷയ്ക്ക് ശബ്ദം ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഒരു റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ബസ് വരുന്ന ശബ്ദം കേൾക്കണം, ബാക്കിൽ ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കണം, അല്ലെങ്കിൽ അങ്ങനെ എൻവയോൺമെന്റിലുള്ള എല്ലാ ശബ്ദവും നമ്മൾ കേൾക്കണം. പക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് മനുഷ്യർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ വ്യക്തമായി കേൾക്കുക, അതിന് റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യരിൽ 20 മുതൽ 20,000 വരെയുള്ള ഫ്രീക്വൻസികൾ കേൾക്കാനായാണ് മനുഷ്യന്റെ കേൾവി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാ ഫ്രീക്വൻസികളിലും നമുക്ക് ഒരുപോലല്ല നമ്മുടെ കേൾവി ശക്തി. നമുക്ക് പ്രധാനമായും
കേൾക്കുന്നത് 250 മുതൽ 8000 വരെയുള്ള ഫ്രീക്വൻസികളാണ്. കാരണം ഈ ഫ്രീക്വൻസികളിലാണ് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ, ശബ്ദങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഭാഷയിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് അല്ലെ? അപ്പോ ഈ വ്യത്യസ്ത അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ അടങ്ങിയിരിക്കുന്നത് മെയിനായും 250 മുതൽ 8000 വരെയുള്ള ഫ്രീക്വൻസികളിൽ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയാണ് മനുഷ്യന് ഏറ്റവും പ്രധാനം. അതിൽ തന്നെ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട കേൾവി വേണ്ടത് 1000 മുതൽ 4000 വരെയുള്ള ഫ്രീക്വൻസിയിലെ ശബ്ദങ്ങളാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ കസേര എന്ന് പറയുമ്പോൾ, ഈ കസേര എന്ന് പറയുമ്പോൾ ക, സ, ര ഈ 3 വ്യഞ്ജന അക്ഷരങ്ങളുണ്ട്. ഈ മൂന്നിനും 3 ഫ്രീക്വൻസിയാണ്. ക എന്നത് ഒരു ഏകദേശം 2500 ഹേർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ശബ്ദവും, സ എന്നത് ഏകദേശം 4000 ഫ്രീക്വൻസി ഉള്ള ഒരു ശബ്ദവും, ര എന്നത് ഏകദേശം ഒരു 1000-ന് താഴെ ഏകദേശം 700 ഹേർട്സ് ഫ്രീക്വൻസി ഉള്ള ശബ്ദവുമാണ്. അപ്പോൾ ഈ വ്യത്യസ്ത ഫ്രീക്വൻസികളിലുള്ള ശബ്ദങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മുടെ ഭാഷയിലെ പലതരത്തിലുള്ള വാക്കുകൾ. ഈ വാക്കുകൾ നമ്മൾ കേൾക്കുകയും ഇത് കറക്റ്റ് ഓർഡറിൽ അതായത് മനസ്സിലാക്കുകയും ചെയ്യുകയും അത് കണക്ട് ചെയ്ത് മീനിങ് മനസ്സിലാക്കാൻ വേണം അല്ലെ? ഇപ്പൊ ഞാൻ കസേര എന്നതിലെ അസ കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് പകരം ചായ ആയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ കച്ചേര എന്ന് കേൾക്കും. അപ്പോ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കി അതിന് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ആ ശബ്ദം നമുക്ക് മിസ്സായി. അപ്പൊ നമുക്ക് ഓരോ ശബ്ദങ്ങളുടെയും ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്രത്യേകമായി കേൾക്കേണ്ടതുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ഫ്രീക്വൻസിയിലുള്ള ഏതൊക്കെ ശബ്ദങ്ങളാണോ ഭാഷയിലുള്ളത് അതിനാണ് കൂടുതൽ പരിക്ക് പറ്റുക. അപ്പോ ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ കേൾക്കുക. പിന്നെ നമ്മൾ സംസാരിക്കുന്നതിന്റെ സ്വരാക്ഷരങ്ങളായ ആ, ഇ, ഉ, എ, ഓ ഇതെല്ലാം ഏകദേശം 250 മുതൽ 500 ഉള്ളിലുള്ള ശബ്ദങ്ങളാണ്. ഇതെല്ലാം ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളാണ്. അപ്പൊ നമ്മുടെ ഭാഷയിൽ ലോ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളും ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ലോ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ, ഉദാഹരണത്തിന് ആ, ഇ, ഉ, പ, ബ ഇതെല്ലാം ലോ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ഇതിന് എനർജി കൂടുതലാണ്. ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ, അതായത് ത, സ, ഫ, ച ഇതൊക്കെ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് എനർജി കുറവാണ്. എനർജി കുറവായിട്ടുള്ള ശബ്ദങ്ങൾ എനർജി കൂടിയ ശബ്ദങ്ങൾ, അതായത് ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങളെ മാസ്ക് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോ ഞാൻ പറയാണ് സോപ്പ് എന്ന് പറയുമ്പോൾ സ ഒരു ഹൈ ഫ്രീക്വൻസി ശബ്ദവും പ ഒരു ലോ ഫ്രീക്വൻസി ശബ്ദവുമാണ്. ഈ പ എന്ന ശബ്ദം സ എന്ന ശബ്ദത്തെ മാസ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല രീതിയിലും ശബ്ദങ്ങൾ തമ്മിലും ഇന്ററാക്ട് ചെയ്യാം. ഇനി നമുക്ക് കേൾവിക്കുറവിലേക്ക് വന്നാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പല ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. ഓരോ ശബ്ദത്തിനും ഓരോ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ കേൾവിക്കുറവിലേക്ക് വന്നാല് നമ്മുടെ കോക്ലിയ ആണ് കേൾവിയുടെ പ്രധാന അവയവം. കോക്ലിയയ്ക്കുള്ളില് ഒരു 35 മില്ലിമീറ്റർ നീളമുള്ള ഒരു കുഴലാണ് കോക്ലിയ. ഈ 35 മില്ലിമീറ്റർ നീളത്തിലാണ് കോക്ലിയ ഇരിക്കുന്നതെങ്കിലും ഈ കോക്ലിയയെ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിയാൽ അതിന്റെ മാസ്, അതിന്റെ ഭാരം, അതിന്റെ സ്റ്റിഫ്നെസ് എന്നീ പ്രോപ്പർട്ടി ഓരോ മില്ലിമീറ്റർ കഴിയുമ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി കാണാൻ പറ്റും. ഈ ഒരു ഗ്രേഡിയന്റ്, കോക്ലിയയിലുള്ള ഈ ഒരു ഗ്രേഡിയന്റ് ആണ് നമ്മുടെ വ്യത്യസ്ത ഫ്രീക്വൻസികൾ കേൾക്കുന്നതിന് അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോക്ലിയയുടെ തുടക്ക ഭാഗത്ത് മാസ് കുറവാണ്. കോക്ലിയയുടെ മുകളിലേക്ക് പോകും തോറും മാസ് കൂടിക്കൊണ്ടിരിക്കുകയും
കൂടുതൽ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കോക്ലിയയുടെ മുകൾ ഭാഗത്താണ് നമ്മൾ കേൾക്കുന്നത്. കോക്ലിയയുടെ താഴെ ഭാഗത്തോട്ട് വരുമ്പോൾ ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കാം. അപ്പോൾ നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാവുന്നത് കോക്ലിയയിലുള്ള കോശങ്ങളിൽ വരുന്ന ഡാമേജ് കൊണ്ടാണ്. അപ്പൊ ഈ കോക്ലിയയിൽ ഏത് ഭാഗത്താണ് ഈ കോശത്തിന് ഡാമേജ് വന്നത് എന്നനുസരിച്ചിട്ട് ആ ഭാഗത്തുള്ള ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കാതാവുക. മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. അപ്പോ പ്രായമായ ആൾക്കാരിലുള്ള കേൾവിക്കുറവ് കൂടുതലും കോക്ലിയയിൽ ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ബേസ് എന്നുള്ള പോർഷനിലാണ്. അപ്പൊ ഞാൻ ആർട്ടിക്കിളിൽ എഴുതിയ പോലെ പ്രായമായ ആൾക്കാർക്ക് ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കാം. മിക്കവാറും ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എനർജി കൂടിയ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുകയും പൊതുവെ എനർജി കുറഞ്ഞ ഹൈ ഫ്രീക്വൻസി ശബ്ദം കേൾക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മൾ ചുറ്റുപാടുമുള്ള അനാവശ്യ ശബ്ദങ്ങളുണ്ട്. അതായത് നമ്മുടെ ട്രാഫിക്കിന്റെ ശബ്ദം, ബസ്സിന്റെ ശബ്ദം, മറ്റുള്ള ആൾക്കാർ ബഹളം വെക്കുന്ന ശബ്ദം, ഇതെല്ലാം കൂടുതലും വരുന്നത് ലോ ഫ്രീക്വൻസിയിലാണ്. അപ്പൊ ആ ശബ്ദങ്ങളെല്ലാം ഒരാൾ കേൾക്കുകയും എന്നാൽ സംസാര ഭാഷയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്ഷരങ്ങൾ മിസ്സാവുകയും ചെയ്യുമ്പോൾ ഇവരുടെ പ്രശ്നം കൂടുതലായി ഇവർക്ക് ബാധിക്കും. അതായത് ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ അധികമായി കേൾക്കുന്നു, ആവശ്യമുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ കോക്ലിയയിൽ ഒരു കോശങ്ങൾക്ക് നാശം ഉണ്ടാവുമ്പോൾ ഈ പ്രത്യേക ഫ്രീക്വൻസി മാത്രമാണല്ലോ നഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ അമ്മയ്ക്കോ അച്ഛനോ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഉറക്കെ പറയും. ഉറക്കെ പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പറയുന്ന അതേ വ്യക്തതയില്ലാത്ത ശബ്ദം കുറച്ച് ഉറക്കെ കേൾക്കുന്നു എന്നതാണ്. അല്ലാതെ നമുക്ക് അതിന്റെ വ്യക്തത കൂടുന്നില്ല. അപ്പോ മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്, നിങ്ങള് കേൾക്കുന്നില്ല എന്ന് പറയുന്നു, പക്ഷെ ഞാൻ ഉറക്കെ പറയുമ്പോ എന്നിട്ട് ഒട്ടും കേൾക്കുന്നുമില്ല. പ്രായമായ ആൾക്കാർ പറയുന്നത് നിങ്ങളിങ്ങനെ ഒച്ച വെക്കരുത് എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ചിലത് കേൾക്കാനും പറ്റും, ചിലത് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഇവർ ശരിക്കും കേൾക്കുന്നുണ്ടോ, ഇവർ വെറുതെ കള്ളം പറയുകയാണോ എന്നൊക്കെ തോന്നാറുണ്ടല്ലേ. ശരിക്കും സംഭവിക്കുന്നത് ഇവർ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ രഹസ്യം പറയുന്നതിന്റെ ശബ്ദം, രഹസ്യം പറയുന്ന കാര്യം അവർ കേൾക്കില്ല, പക്ഷെ രഹസ്യം പറയുന്നതിന്റെ ശബ്ദം, നമ്മുടെ കുക്കറിൽ നിന്ന് വരുന്ന വിസിലിന്റെ ശബ്ദം, ആൾക്കാർ കൈകൊട്ടുന്ന ശബ്ദം, പടക്കത്തിന്റെ ശബ്ദം, ഇതൊക്കെ ലോ ഫ്രീക്വൻസി, ഇതെല്ലാം അവർ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സംസാരത്തിലുള്ള സ്വരാക്ഷരങ്ങൾ, ചില ശബ്ദങ്ങൾ, ഉദാഹരണത്തിന് പ, ബ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഇവർ കേൾക്കുന്നുണ്ട്. എന്നാൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുമില്ല. അപ്പൊ ഇതുകൊണ്ട് പ്രായമായ ആൾക്കാർക്ക് കേൾവിക്കുറവ് വരുമ്പോൾ അതൊരു കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. കാരണം ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ അനുഭവപ്പെടാം. അപ്പൊ ഇവരെ സഹായിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവരോട് മുഖാമുഖം സംസാരിക്കുക. നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അവർ കേൾക്കുന്നില്ലെങ്കിൽ ഉറക്കെ പറയുന്നതിന് പകരം വേറൊരു വാക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തോ പറയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് ഏത് ഫ്രീക്വൻസി ആണോ ഇവർക്ക് നഷ്ടപ്പെട്ടത് ആ ഫ്രീക്വൻസിയിൽ മാത്രം കുറച്ച് ഉറക്കെ പറയുക എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഉറക്കെ പറയുമ്പോൾ എല്ലാ ശബ്ദങ്ങളും ഒരേപോലെ ഒച്ച കൂടുകയാണ് ചെയ്യുക. മാത്രവുമല്ല, ഈ പ്രായമായ ആൾക്കാരിൽ കേൾവിക്കുറവ് വരുമ്പോൾ പൊതുവെ തന്നെ അവരുടെ കോക്ലിയയിലെ ഡാമേജ് കാരണം ശബ്ദത്തിന്റെ വോളിയം കൂടുന്ന അനുസരിച്ചിട്ട് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരും. അതായത് ഇപ്പോൾ വീട്ടിൽ കുട്ടി കരയുന്ന ശബ്ദമൊക്കെ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമ്മൾക്ക് പൊതുവെ മറ്റുള്ള ആൾക്കാർക്ക് ഇറിറ്റേഷൻ തോന്നാത്ത പല ശബ്ദങ്ങളും പ്രായമായ ഒരു കേൾവിക്കുറവുള്ള ഒരു വ്യക്തിക്ക് ഇറിറ്റേഷൻ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ തലച്ചോറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. കേൾവിക്കുറവ് വരുമ്പോൾ തലച്ചോറ് തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് കുറച്ചധികം വോളിയം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഉറക്കെ സംസാരിക്കുകയോ ശബ്ദം ഉച്ചത്തിലാവുകയോ ചെയ്യുമ്പോൾ പൊതുവെ ഉള്ള ശബ്ദത്തെക്കാൾ അധികം ഒച്ച കൂടിയ ശബ്ദങ്ങളാണ് ചെവിയിലേക്ക് എത്തുക. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ പ്രായമായ ആൾക്കാര് നിങ്ങൾ ഒച്ച വെക്കല്ലേ എന്ന് പറയുന്നത്. അവർക്ക് ശരിക്കും അതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. അത് കോക്ലിയയിലുള്ള ഡാമേജിന്റെയും ബ്രെയിനിന്റെ കോമ്പൻസേഷന്റെയും ഫലമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഏതെങ്കിലും പ്രത്യേക ഫ്രീക്വൻസിയിലാണ് കേൾവിക്കുറവ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫ്രീക്വൻസിയെ മാത്രം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവർക്ക് വേണ്ടത്. അപ്പൊ അവിടെയാണ് ഈ കേൾവി സഹായികൾ, ഹിയറിംഗ് എയ്ഡുകൾ പോലുള്ള കേൾവി സഹായികളുടെ ഉപയോഗം വരിക. ഈ ഹിയറിംഗ് എയ്ഡുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശബ്ദത്തെ സ്വീകരിച്ച് പലതരം ഫ്രീക്വൻസിയായി വേർതിരിച്ചതിന് ശേഷം
ഒരു വ്യക്തിക്ക് ഏത് ഫ്രീക്വൻസിയിലാണോ കേൾവിക്കുറവ് ആ ഫ്രീക്വൻസിയിലെ ശബ്ദങ്ങൾ മാത്രം ആംപ്ലിഫൈ ചെയ്യുകയും മറ്റു ശബ്ദങ്ങൾ അതേപോലെ തന്നെ വെക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എവിടെയാണോ കേൾവിക്കുറവ് അവിടെ മാത്രം വോളിയം കൂട്ടുന്നതിന്റെ ഇഫക്റ്റ് ആണ് ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേൾവിക്കുറവുള്ള ഒരാളെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം കൃത്യമായി ഒരു ഹിയറിംഗ് എയ്ഡ് നിർദ്ദേശിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പോൾ നിലവിലുള്ള പരിഹാര മാർഗങ്ങൾ ഈ പ്രധാനമായും ഹിയറിംഗ് എയ്ഡ് എന്നുള്ള ഒരു ഡിവൈസാണ്. ചെവിയുടെ പുറകിൽ വെക്കുന്ന ഒരു ഡിവൈസാണ്. അത് ഒരു മൈക്രോഫോൺ വഴി ശബ്ദത്തെ പിക്ക് ചെയ്ത് ആ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് അതിനെ വേർതിരിച്ചതിന് ശേഷം ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഒരു വ്യക്തിയുടെ കേൾവിക്കുറവിനനുസരിച്ച് മാറ്റങ്ങൾ ആ ശബ്ദത്തിൽ ഉണ്ടാക്കുകയും അത് ചെവിയിലേക്ക് കൊടുക്കുകയും ചെയ്യുക. പിന്നീട് ആ പുറത്തേക്ക് വരുന്ന ശബ്ദം നമ്മുടെ നോർമലി നമ്മൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ തന്നെ ചെവിയിലൂടെ തന്നെയാണ് കേൾക്കുക. ഇതിന് പകരം കോക്ലിയക്കകത്ത് ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് നേരിട്ട് നരമ്പുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു മാർഗവുമുണ്ട്. ഇതിനെ കോക്ലിയർ ഇംപ്ലാന്റ് എന്നാണ് പറയുക. ഇതൊരു സർജിക്കൽ പ്രൊസീജിയറുമാണ്. ഈ രണ്ട് മാർഗങ്ങളാണ് പൊതുവെ നമ്മളുടെ വരുന്ന പരിഹാര മാർഗങ്ങൾ. എന്നാൽ കേൾവി കുറവ് എന്ന് പറയുമ്പോൾ പ്രായമായ ആൾക്കാരിൽ മാത്രമല്ല, ചെറിയ കുട്ടികളിലും പിന്നെ ചെറിയ കുട്ടികളിലും ടീനേജേഴ്സിലും ഒക്കെ ഈ ഉണ്ടാവാറുണ്ട്. നമ്മുടെ പ്രായമായ ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷേ ജന്മന തന്നെ കേൾവിക്കുറവുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്, രണ്ട് ചെവിയിലും. അപ്പൊ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് അവർ ജനിച്ച് ഒരു ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ കേൾവിക്കുറവ് കണ്ടുപിടിക്കുകയും 6 മാസത്തിനുള്ളിൽ തന്നെ രണ്ട് ചെവികളിലും കേൾവി സഹായി വെക്കുകയും പരിശീലനം കൊടുക്കുകയും വേണം. ഭാഷ പഠിച്ചെടുക്കാനുള്ള ഒരു പരിശീലനം അവർക്ക് ഒരു 2-3 വർഷം കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർ ഭാഷ കൈകാര്യം ചെയ്ത് തുടങ്ങുക. അപ്പോൾ കുട്ടികളിലെ കേൾവിക്കുറവ് കുറച്ചും കൂടെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉള്ളതും ആ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇതിനൊരു കേൾവിക്കുറവ് എന്ന് പറയുന്നതിന് ഒരു സാമൂഹിക വശവുമുണ്ട്. കേൾവിക്കുറവ് ഒരു ഫിനാൻഷ്യൽ കോസ്റ്റ് ഉണ്ട് ഇതിന്. നമ്മൾ ഒരു വീട്ടിലൊരു കുട്ടി കേൾവിക്കുറവുമായി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ ജനിച്ച് ഒരു 7 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ തന്നെ അവരെ കേൾവി പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ അവരെ ഒരു പരിശോധനയ്ക്ക് അയക്കുകയും 3 മാസത്തിനുള്ളിൽ അവരെ കേൾവിക്കുറവ് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ കേൾവി സഹായിയായ ഹിയറിംഗ് എയ്ഡുകളും കോക്ലിയർ ഇംപ്ലാന്റുകളും കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളല്ല. ഹിയറിംഗ് എയ്ഡുകളുടെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഹിയറിംഗ് എയ്ഡ് ഒരു പൂർണ്ണമായും കേൾവിക്കുറവുള്ള കുട്ടിക്ക് 2 ചെവിയിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഹിയറിംഗ് എയ്ഡിന് 40,000 മുതൽ 1,00,000 രൂപ വരെ വില വരും. കോക്ലിയർ ഇംപ്ലാന്റ് ആണെങ്കിൽ ആ സർജറി ആണ് ചെയ്യുന്നതെങ്കിൽ 7 ലക്ഷം മുതൽ ആണ് അതിന്റെ വില വരുന്നത്. അതോടൊപ്പം തന്നെ സർജറിയുടെ പ്രത്യേക ചിലവുകൾ, പിന്നെ ഈ 2 മാർഗങ്ങൾ സ്വീകരിച്ചാലും ഏകദേശം 4 വർഷത്തോളമുള്ള ട്രെയിനിങ്ങിന്റെ ചിലവുകൾ. അപ്പോൾ 2 രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും ജോലി ഉപേക്ഷിച്ച് ഈ കുട്ടിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇതിന്റെ സാമ്പത്തിക വശം നോക്കുകയാണെങ്കിൽ അതൊരു വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പദ്ധതികളുണ്ട്. ശ്രുതിതരം പോലെ കേരള സർക്കാരിന്റെ പദ്ധതികളുണ്ട് കോക്ലിയർ ഇംപ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളായിട്ട് അഡിപ് സ്കീം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. അതിനകത്തും ഫ്രീ ആയിട്ട് ഹിയറിംഗ് എയ്ഡുകൾ കോക്ലിയർ ഇംപ്ലാന്റുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ കാണിക്കുന്നത് ഏകദേശം 30 മില്യണോളം ആൾക്കാർക്ക് കേൾവിക്കുറവുണ്ട്. അതിൽ കോക്ലിയർ ഇംപ്ലാന്റ് ആവശ്യമുള്ള ആളുകളിൽ 1% പേർക്ക് പോലും അത് കൊടുക്കാൻ പറ്റുന്നില്ല, അത് കിട്ടുന്നില്ല, ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാരണങ്ങൾ സാമൂഹികമായ കാരണങ്ങളാണ്. നമ്മുടെ കോക്ലിയർ ഇംപ്ലാന്റുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് ഇതുവരെ സ്വന്തമായി ഒരു ഇംപ്ലാന്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, അതിന് മറ്റു പല വശങ്ങളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ടെക്നോളജി
ടെക്നോളജിയുടെ ആക്സസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. എത്ര പേരിലേക്ക് ഇത് എത്തിച്ചേരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് അതൊരു വലിയ ചർച്ചയാണ്. ഇനി മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ നമ്മൾ കേൾവി റീസ്റ്റോർ ചെയ്യാനാണ് ഈ ഉപകരണങ്ങൾ വെക്കുന്നത്. പക്ഷേ കേൾവിക്കുറവ് എന്നുള്ളത് ഒരു പോരായ്മയല്ല, പകരം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. ഇവര് ഫോളോ ചെയ്യുന്നത് ഒരു ഡെഫ് കൾച്ചർ എന്ന പേരിൽ പ്രത്യേകതരം ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരുടെ കമ്മ്യൂണിക്കേഷനുള്ള ലാംഗ്വേജ് സൈൻ ആണ്. സൈൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ആംഗ്യഭാഷ ഇവരുടെ ഡെഫ് ആയിട്ടുള്ള ആൾക്കാരുടെ നേറ്റീവ്, അവർക്ക് വളരെ സ്വാഭാവികമായിട്ട് ആർജിക്കാനാവുന്ന, ഒരു എഫോർട്ടും ഇല്ലാതെ ആർജിക്കാനാവുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ സൈൻ ലാംഗ്വേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കേൾവി ഉപാധികൾ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ച് ഉള്ള ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഡെഫ് കൾച്ചർ പറയുന്നത് വെച്ചാൽ, നമ്മളെപ്പോഴും കേൾവിക്കുറവുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തുമ്പോൾ, സമൂഹത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ കൂടുതലും ആലോചിക്കുന്നത് ഇവരെ എങ്ങനെ കേൾപ്പിക്കാം, ശബ്ദം ഇവരെ എങ്ങനെ നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഭാഷ എങ്ങനെ ഇവരെ കൊണ്ട് സംസാരിപ്പിക്കാം എന്നുള്ള കാര്യമാണ് അല്ലെ. പക്ഷേ ഇങ്ങനെ സൈൻ ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ നമ്മൾ അവരിലേക്കും കൂടെ ഇറങ്ങി ചെല്ലേണ്ടി വരും. അവരെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ അവരിലേക്കും കൂടെ ഇറങ്ങി ചെല്ലേണ്ടി വരും. നമ്മൾ സൈൻ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. നമ്മൾ കുറച്ചും കൂടെ വിഷ്വൽ ആയിട്ട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കേൾവിക്കുറവുള്ള ആൾക്കാരെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു വിശാലമായ രീതിയിൽ നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ്. അപ്പോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോക്കില് ഞാൻ തുടങ്ങിയത് ശബ്ദം എന്താണെന്നുള്ളതാണ്. പിന്നീട് ശബ്ദം എന്തുകൊണ്ടാണ് നമുക്ക് അതിജീവനത്തിനും ആശയവിനിമയത്തിനും ആവശ്യമാണെന്ന് പറഞ്ഞു. എല്ലാ ജീവികളിലും കേൾവി ഉണ്ട് എന്ന് പറഞ്ഞു. ഓരോ ജീവിയിലും കേൾവി പലതരം ആവശ്യങ്ങൾക്കായതുകൊണ്ട് അവരിലെ കേൾവിയുടെ പ്രത്യേകതകളും ശ്രവണ വ്യവസ്ഥയും എല്ലാം ഇവോൾവ് ചെയ്തിരിക്കുന്നത് പല രീതിയിലാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ എന്നിട്ട് എന്തിനാണ് രണ്ട് ചെവി എന്നതിനെ പറ്റി സംസാരിച്ചു. മനുഷ്യരിലെ കേൾവിയിലേക്ക് വന്നു. മനുഷ്യരിൽ 20 മുതൽ 20,000 ഫ്രീക്വൻസി വരെ കേൾക്കാമെങ്കിലും ഏറ്റവും പ്രധാനം ചില ഫ്രീക്വൻസികൾ മാത്രമാണെന്നും, കേൾവിക്കുറവ് ഉണ്ടാവുന്നത് ഏത് ഫ്രീക്വൻസിയിലാണോ ആ ഫ്രീക്വൻസിയിലെ ശബ്ദങ്ങൾ മാത്രമാണ് അവർക്ക് നഷ്ടമാകുന്നതെന്നും പറഞ്ഞു. പ്രായമായ ആൾക്കാരിൽ കേൾവിക്കുറവ് ഉണ്ടാവുമ്പോൾ നമ്മൾ വോളിയം കൂട്ടി സംസാരിച്ചതുകൊണ്ട് പ്രശ്നം കൂടുകയേ ഉള്ളൂ, അവർക്ക് അലോസരം ഉണ്ടാക്കുകയേ ഉള്ളൂ. അവർക്ക് വേണ്ടത് അവർക്ക് ഏത് ഫ്രീക്വൻസിയാണോ നഷ്ടപ്പെട്ടത് അതിലെ മാത്രം വോളിയം കൂട്ടുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം ഒരു ഹിയറിംഗ് എയ്ഡ് ആണ്. മാത്രമല്ല അവരോട് നമ്മുടെ ആശയവിനിമയത്തിലുള്ള മാർഗങ്ങളും നമുക്ക് കുറച്ച് മാറ്റം വരുത്താൻ കഴിയും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം സാമൂഹിക വശം നമ്മൾ ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് എല്ലാവരിലേക്കും ഇംപ്ലാന്റുകൾ എത്താത്തത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഡെഫ് കൾച്ചറിനെ കുറിച്ചും പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ടോക്ക് നിർത്തുകയാണ്. നമുക്കിനി ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, അപ്പോ ഒരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ, കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് തോന്നിയത് ഒരുവിധം പറ്റുന്ന ആ ഒരു സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു റേഞ്ച് ഓഫ് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അത് കേൾവിയുടെ ശാസ്ത്രം മുതൽക്ക് ഇതിന്റെ സാമൂഹിക വശം വരെ ടച്ച് ചെയ്തു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീട്ടില് ഈ കേൾവി പ്രശ്നമുള്ള പല റേഞ്ചിലുള്ള മുതിർന്ന പൗരന്മാരുണ്ടായിരിക്കും, കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു യുവാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വീട്ടില് എനിക്ക് എൻ്റെ അനിയന് തന്നെ കേൾവി പ്രശ്നമുള്ള ആളാണ്. അപ്പൊ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവരോട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പണ്ടത്തെ ഒരു രീതിയിൽ നമ്മൾ ഒച്ച കൂട്ടി അവരോട് പറയാന്നുള്ളതായിരുന്നു. അപ്പൊ സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒച്ച കൂട്ടി പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടാണ് കാണാറ്. അപ്പൊ നമ്മൾ വിചാരിക്കാറ് അത് അവർക്ക് ഒരു അഭിമാന പ്രശ്നം കൊണ്ടാണ് അവർ അതിനെ ഇത്രയധികം റെസിസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്.
അതായത് നമ്മൾ ഒച്ച കൂട്ടി പറയുമ്പോൾ അവർക്ക് അതൊരു ഇൻസൾട്ട് ആയിട്ടൊരു ഫീലിംഗ് ആണ് ഉണ്ടാവണം. ആക്ച്വലി ഇപ്പൊ എനിക്ക് മനസ്സിലാവണു അത് അവർക്ക് കേവലം ഇൻസൾട്ടിന്റെ ഒരു പ്രശ്നമല്ല, അവർക്ക് അത് ഒച്ച കൂടുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാവണത് എന്നുള്ളതിൻ്റെയും കൂടി ചിലപ്പോൾ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം അത് എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. അപ്പൊ അതിലൊക്കെ റീസൺ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെ നമുക്കൊരു പുതിയ ചർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ പുതിയ ഒരു ഭാഷ നമുക്ക് രൂപീകരിക്കാനൊക്കെ നമുക്കത് ആലോചിക്കേണ്ട കാര്യങ്ങളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് കൂടുതൽ ആർക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഈ ചർച്ചയെ ഒന്നും കൂടി എന്താ പറയണ്ട ആക്റ്റീവ് ആക്കാനോ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടണമെങ്കിൽ ഇടാം. നമുക്ക് ആ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കും. ഈ ഈ ഹൈ ആംപ്ലിറ്റ്യൂഡുള്ള ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി പിന്നീട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നത് അത് വാസ്തവമാണ്? ഫ്രീക്വൻസി ആണോ ആംപ്ലിറ്റ്യൂഡ് ആണോ ഉദ്ദേശിച്ചത്? ഹൈ അതായത് ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അത് പിന്നീട് നമ്മൾ ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചെവിയുടെ ഏതോ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് അത് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു പറയുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓക്കെ, അത് നമ്മള് കോക്ലിയെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞില്ല, പക്ഷെ എങ്കിലും കോക്ലിയക്കകത്ത് ഈ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനമായി തരംതിരിച്ചിട്ടുള്ള കോശങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ കോശങ്ങളും പ്രവർത്തിക്കുന്നത് ഈ മെക്കാനിക്കൽ വൈബ്രേഷൻ വരുമ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകതരം കോശങ്ങൾ ഇങ്ങനെ ഒരു ഹെയർ സെൽ എന്ന് പറയും, മുടിനാരിഴ പോലുള്ള കോശങ്ങൾ ആടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആടുമ്പോഴാണ് നമ്മൾ അതിന് ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് നെർവിലേക്ക് പോവാം. പക്ഷെ ഇത് മെക്കാനിക്കലായിട്ടുള്ള ആട്ടമാണ്. അതായത് ഏതൊരു വസ്തുവും കൂടുതൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലിമിറ്റിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഒന്നുകിൽ അത് ടയേർഡ് ആവും, അല്ലെങ്കിൽ ഒരു ടെമ്പററിലി ഒരു താൽക്കാലികമായി അത് കുറച്ചു നേരം പ്രവർത്തിക്കാതാവും. അത് കഴിഞ്ഞിട്ട് സാധാരണഗതിയിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു ആലോസരം ഉണ്ടാക്കുന്ന ഹൈ ആംപ്ലിറ്റ്യൂഡ് ശബ്ദം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് റിക്കവർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഗ്രാജുവലി നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ടെമ്പററി ആയിട്ടുള്ള ഒരു കേൾവിക്കുറവ് കാണാറുണ്ട്. ഇപ്പൊ നമ്മള് പരീക്ഷണങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുള്ളതെന്ന് വെച്ചാൽ ഏകദേശം ഒരു മിനിറ്റ് നീളുന്ന ശബ്ദം കേൾപ്പിക്കുക, ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ശബ്ദം കേൾപ്പിക്കുക, ഏകദേശം ഒരു 100 ഡെസിബലോ 90 ഡെസിബലോ മുകളിലുള്ള ശബ്ദം കേൾപ്പിക്കുക. അതിനുശേഷം അവരുടെ കേൾവി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് ഫ്രീക്വൻസിയിലാണോ ഈ ശബ്ദം കൊടുത്തത് ആ ഫ്രീക്വൻസിയിലുള്ള അവരുടെ കേൾവി കുറഞ്ഞതായി കാണാൻ പറ്റും. പക്ഷെ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഫിനോമിനൻ ആണ്. പക്ഷേ ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റും ഉണ്ട്. അതായത് ഫാക്ടറികളിലൊക്കെ അല്ലെങ്കിൽ മ്യൂസിക് ഇയർഫോണിലൂടെ മ്യൂസിക് കേൾക്കുക, ഫാക്ടറികൾ ഒച്ചയിൽ വർക്ക് ചെയ്യുക, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ കണ്ടിന്യൂസ് ആയി ഈ ശബ്ദങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഇവരുടെ ഹെയർ സെല്ലുകൾ പെർമനന്റ് ആയിട്ട് ഡാമേജ് ഉണ്ടാവാറുണ്ട്. അത് കോക്ലിയയിലുള്ള ഈ മെക്കാനിക്കൽ വൈബ്രേഷൻ ആയതുകൊണ്ട് ഉള്ള ഒരു സ്ട്രക്ചറിനുള്ള ഒരു ഡാമേജ് വരുന്നതാണ്. അതിന് പുറമെ നാഡികളുടെ ഒരു പ്രത്യേകതയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു നരമ്പിന് അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇങ്ങനെ പാസ് ചെയ്യുക. അപ്പൊ അങ്ങനെ അതിന് ഫയറിംഗ് എന്ന് പറയും. ഈ ഫയർ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു മനുഷ്യരുടെ ഓഡിറ്ററി നെർവിലാണെങ്കിൽ ഒരു സെക്കൻഡിൽ 1000 തവണയാണ് മാക്സിമം ഇതിന് ഒരു ഫയർ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിൽ കൂടുതൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കുറച്ച് ബ്രേക്ക് എടുക്കും. അപ്പോൾ നരമ്പുകളിലും ഈ ഒരു പ്രതിഭാസമുണ്ട്, കോക്ലിയയിലുള്ള കോശങ്ങളിലും പ്രതിഭാസമുണ്ട്. ഇതിനകത്ത് തന്നെ ടെമ്പററിയും ഉണ്ട്, പെർമനന്റും ഉണ്ട്. ഒരു പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം ശബ്ദത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച്. പക്ഷെ തുടർച്ചയായി ഇത് വരുമ്പോൾ റിക്കവറി നടക്കില്ല, ഒരു പെർമനന്റ് ഡാമേജിലേക്ക് പോകും. എന്നാൽ ബോംബ് ബ്ലാസ്റ്റ് പോലുള്ള അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള പടക്കങ്ങൾ ഇതുപോലുള്ള ചില ശബ്ദങ്ങൾ ഒറ്റ തവണ കേട്ടാൽ തന്നെ ചിലപ്പോൾ കേൾവിക്കുറവ് ഉണ്ടാവാം. അത് പെർമനന്റ് ആയിട്ട് തന്നെ ഉണ്ടാവാം. ഒരു ചോദ്യം ചോദിക്കട്ടെ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, നമ്മളൊരു വലിയ ആൾക്കൂട്ടത്തില്
ഒരു ഉത്സവപ്പറമ്പോ അതുപോലെയുള്ള വലിയൊരു ആൾക്കൂട്ടത്തില് നമ്മൾ ശബ്ദം അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ശബ്ദം, ഒരാളുടെ ശബ്ദം അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ശബ്ദത്തിലേക്കും നമുക്ക് ആ ശബ്ദത്തിനെ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യിച്ച് അത് ബാക്കി ശബ്ദങ്ങളെ ഒരു പരിധി വരെ മാസ്ക് ചെയ്ത് കേൾക്കാൻ ഒരു കഴിവുണ്ട് നമുക്ക്. അപ്പൊ ഈ ഒരു മാസ്കിംഗ് നടക്കുന്നത് പൂർണ്ണമായി ബ്രെയിനിന്റെ മാത്രം നടക്കുന്ന നെറ്റ്വർക്ക് ആണോ, അതോ ഇതിൽ ഈ ചെവി എന്ന മെക്കാനിസത്തിൽ എന്തെങ്കിലും ഒരു റെഗുലേഷൻസ് ഉണ്ടോ? ഈ മാസ്കിംഗ് എങ്ങനെയാണ് ഈ ഒരു മെക്കാനിസം? ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതായത് ശബ്ദങ്ങൾ ഒരേ സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ശബ്ദം മാത്രം ബ്രെയിനിനെയാണ് കേൾക്കുന്നത് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിന്റെ ഒരു അടിസ്ഥാനം ശബ്ദത്തിലെ ഫ്രീക്വൻസിയാണ്. അതായത് തലച്ചോറിലേക്ക് ഒരേ സമയം പല ശബ്ദങ്ങൾ എത്തുമ്പോൾ ഇതിനെ പല സ്ട്രീമുകളായിട്ട്, പല വഴികളായിട്ട്, നമ്മളിപ്പോ സ്ട്രീമിന്റെ മലയാളം എനിക്ക് കിട്ടുന്നില്ല, പലതായിട്ട് വേർതിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തോത് വേണം. അപ്പോ കാറ്റഗറൈസ് ചെയ്യാന്ന് പറയും. ഇപ്പൊ ഇതെല്ലാം ഒരു കൂട്ടം, ഇത് വേറൊരു കൂട്ടം എന്നിങ്ങനെ ആദ്യമായി കാറ്റഗറൈസ് ചെയ്യണം. അതിന് ഫ്രീക്വൻസിയാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് മിക്കവാറും ഉപയോഗിക്കുക. അപ്പോ അത് ഒരു രീതിയിൽ. രണ്ടാമത്, ശബ്ദങ്ങള് ഒരു വശത്തുനിന്ന് വരുന്ന ശബ്ദങ്ങളെല്ലാം ഒരു കൂട്ടം, വേറൊരു വശത്തുനിന്ന് വരുന്ന ശബ്ദങ്ങളെല്ലാം വേറൊരു കൂട്ടം, ഇങ്ങനെയുള്ള തരംതിരിവും ഉണ്ട്. അതായത് ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലും തരംതിരിക്കുന്നുണ്ട്, ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിലും, എവിടെ നിന്ന് വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലും തരംതിരിക്കുന്നുണ്ട്. ഈ രണ്ട് തരംതിരിവുകളുമാണ് നമ്മൾക്ക് വേണ്ട ശബ്ദത്തെ മറ്റ് എല്ലാ ശബ്ദങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് കേൾക്കാനുള്ളതിന്റെ അടിസ്ഥാനം ഈ തരംതിരിവാണ്. തരംതിരിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ശ്രദ്ധ ഫോക്കസ് ആണ് ചെയ്യുന്നത്. ഇനി സാറിന്റെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇത് കോക്ലിയയിൽ നിന്നും തുടങ്ങുന്ന ഒരു സംഭവമാണോ അതോ ഇത് തലച്ചോറിന്റെ മാത്രം പ്രവർത്തനമാണോ വെച്ചാല്, ഇതിന്റെ പ്രാഥമിക ഇതിന്റെ ഫൗണ്ടേഷൻ കോക്ലിയാണ്. കോക്ലിയക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ, 35 മില്ലിമീറ്ററിന്റെ അകത്ത് തന്നെ ഒരു 3000-ഓളം ഫിൽറ്ററുകളുണ്ട്. ഫ്രീക്വൻസി അടിസ്ഥാനമാക്കി ശബ്ദത്തെ വേർതിരിക്കുന്നുണ്ട്. കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ തലച്ചോറിലേക്ക് ആ ഒരു ഫ്രീക്വൻസി അടിസ്ഥാനത്തിലുള്ള ഇൻഫർമേഷൻ ലഭ്യമാവുകയുള്ളൂ. അപ്പോ കോക്ലിയ അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടാൽ മാത്രമേ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ ശബ്ദങ്ങളെ വേർതിരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വേർതിരിവ് അതിലേക്ക് വരികയാണെങ്കിൽ, ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവിന്റെ അടിസ്ഥാനവും ഈ ഫ്രീക്വൻസിയാണ്. ഇത് ഏകദേശം 3000-ഓളം ഫിൽറ്റേഴ്സ് റൈറ്റ് ഇയറിലും ലെഫ്റ്റ് ഇയറിലും ഉണ്ട്. അപ്പൊ ഇത് തലച്ചോറിലെ ബ്രെയിൻ സ്റ്റെമില് ഈ 3000 ഫിൽറ്റേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നടക്കുന്നത്. റൈറ്റും ലെഫ്റ്റും ചെവിയിൽ നിന്ന് വരുന്ന 3000-ഓളം ഫ്രീക്വൻസി ഫിൽറ്റേഴ്സിന്റെ കമ്പാരിസൺ നടക്കുക. അപ്പൊ അതിനകത്ത് ഏത് ചെവിയിൽ ആദ്യം എത്തി, ഏത് ചെവിയിലാണ് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി, ഇതിന്റെ ബേസിസിലാണ് ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്നറിയാം. നമ്മളിപ്പോ എന്റെ വലതുവശത്തുള്ള ശബ്ദമാണെങ്കിൽ വലതുവശ ചെവിയിലായിരിക്കും ആദ്യം എത്തുക. മാത്രമല്ല വലതുവശത്തായിരിക്കും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവിന്റെയും അടിസ്ഥാനം ഫ്രീക്വൻസിയാണ്. അപ്പോൾ കോക്ലിയ കൃത്യമായി ഇൻഫർമേഷൻ സിഗ്നലിനെ പ്രോസസ് ചെയ്ത് ബ്രെയിനിൽ എത്തിക്കുകയും ബ്രെയിൻ സ്റ്റെം എന്നുള്ള ഭാഗത്ത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുകയും വരുന്ന ശബ്ദങ്ങളെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലോ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിലോ വ്യത്യസ്ത കാറ്റഗറിയാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പൊതുവെ നമുക്ക് ആവശ്യമുള്ള ശബ്ദത്തിലേക്ക് നമ്മൾ മുഖം തിരിക്കുന്ന ഒരു രീതി എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരാൾ നിന്ന് സംസാരിക്കുമ്പോൾ പുറകിലുള്ള ഒരാളെ നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ സ്വയം തിരിയും, നമ്മുടെ ഫേസ് അങ്ങോട്ട് മുഖം തിരിക്കുമ്പോൾ അവർ നമ്മുടെ ഫ്രണ്ടിലാവും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ് പ്രാധാന്യമുള്ള ശബ്ദങ്ങൾ. ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെല്ലാം പ്രാധാന്യം കുറഞ്ഞവയാണ്. ഇതാണ് ഒരു അടിസ്ഥാനം. ഇനി ഒരു വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ പ്രാധാന്യം കൂടിയതും കൃത്യമായ ഫ്രീക്വൻസി അടിസ്ഥാനപ്പെടുത്താൻ കഴിയാത്ത റാൻഡം നോയ്സ് എന്ന് പറയും. അതിന് പല ഫ്രീക്വൻസി ആയിരിക്കും, കൃത്യമായ ഒരു ഫ്രീക്വൻസി ഇല്ല. ഇതൊരു നോയ്സ് ആയിട്ടും
ബ്രെയിൻ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ഏതാണ് നോയിസ്, ഏതാണ് സിഗ്നൽ എന്ന് ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കീ ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മുടെ കോക്ലിയയിൽ നിന്ന് തുടങ്ങുന്ന ഫ്രീക്വൻസി അനാലിസിസിൽ നിന്നാണ്. ഇത് ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലെങ്കിൽ ഒന്നും കൂടെ ചോദിക്കൂ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. ഞാൻ ചാറ്റ് ബോക്സിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതൊന്ന് വായിക്കാം. You were mentioning that the external ear of human beings are vestigial, and then how come the impact of the undulations on the surface of the external ear in focusing, channeling various frequencies? അതായത് എനിക്ക് മനസ്സിലായത് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിന്റെ ആ പാർട്ട് ഉണ്ടല്ലോ, അപ്പൊ അത് ഒരു ഉപയോഗമില്ലാതെ പരിണാമത്തിൽ വന്ന് ഉപയോഗമില്ലാതെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫ്രീക്വൻസിനെ ചാനലൈസ് ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ടും അതിനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? അതാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തിരുത്താം കേട്ടോ. വെസ്റ്റിജിയൽ എന്ന് പറയാൻ കാരണം നമ്മുടെ ചെവിയുടെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. പുറം ചെവിയുടെ വലിപ്പവും ഈ ഫണൽ ഷേപ്പിലുള്ള ഷേപ്പും മാറി ഒരു ചെറിയ സ്ട്രക്ചറായി ഇത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ശബ്ദത്തെ ശേഖരിക്കുക എന്നുള്ള രീതിയിൽ ചെവിയുടെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള സ്ട്രക്ചറിന്റെ ഒരു പരിണാമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുഴികളും ഈ ഘടന വന്നിരിക്കുക. ഈ ഘടനയുടെ പ്രാധാന്യം ശേഖരിക്കലല്ല, സ്പീച്ചിന് ആവശ്യമുള്ള ശബ്ദങ്ങളെ കുറച്ച് ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചെവി ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. പുറം ചെവി ഇല്ലാത്ത ആൾക്കാരിലും കേൾക്കാൻ കഴിയുന്നുണ്ട്. അവർക്ക് കുറഞ്ഞാലും അകത്തേക്ക് എത്തുന്നുണ്ട്. പുറം ചെവിക്ക് പുറമെ നമ്മുടെ ചെവിയുടെ അകത്ത് കനാൽ പോർഷൻ ഉണ്ട്. ഈ കനാലിനും ശബ്ദങ്ങളെ സെലക്റ്റീവായി ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഹിയറിംഗ് വെക്കുന്ന എൻഡ്, അപ്പൊ അവർക്ക് സാധാരണഗതിയിൽ ഈ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഈ ആംപ്ലിഫയർ എന്നുള്ള ആ ഒരു ബൂസ്റ്റ് കിട്ടുന്നില്ല. പക്ഷേ ഈ ആംപ്ലിഫിക്കേഷൻ ഫങ്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫണൽ പോലെ ശബ്ദത്തെ ശേഖരിക്കുക, ആ ഫണലിന് വേണ്ടിയിട്ട് കുറച്ചധികം വലിപ്പത്തിൽ കോണിക് ആകൃതിയിൽ നിൽക്കുക, ഈ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴും ഈ ചെവിയുടെ പിന്ന എന്ന് പറയുന്ന പുറം ചെവി റെലവന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. അതിന് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഈ ചെവി വെസ്റ്റിജിയൽ ആണെന്ന് പറഞ്ഞത് സ്ട്രക്ചറിന്റെ ബേസിസിലാണ്. ആ ചോദ്യം പ്രസക്തമാണ്. ഈ പുറം ചെവിയുടെ വേറൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞാല് പുറം ചെവിയുടെ ഷേപ്പ് കൊണ്ട് തന്നെ, അതായത് അതിന്റെ നമ്മളിപ്പോ ഒരു കോണാകൃതിയിൽ ഫണല് പോലെ ഇങ്ങനെ നിന്ന് തടസ്സം വെക്കുന്നതിന് പകരം ഇതിന്റെ ഒരു ഷേപ്പ് കാരണം പിന്നിൽ നിന്ന് വരുന്ന ശബ്ദം ഒരു രീതിയിലും മുന്നിൽ നിന്ന് വരുന്ന ശബ്ദം വേറൊരു രീതിയിലും, ആംപ്ലിഫിക്കേഷൻ അല്ല, ചില ഫ്രീക്വൻസികളെ മാത്രം പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നമുക്ക് ശബ്ദം പുറകിലാണോ മുന്നിലാണോ എന്ന് മനസ്സിലാക്കാനും ഈ ചെവിക്ക് ചെറിയൊരു പ്രാധാന്യമുണ്ട്. ഓക്കെ, PGK ആണ് ഈ ചോദ്യം ചോദിച്ചത്. ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ ധനേഷ് ചേട്ടാ. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ഉത്സവങ്ങളുടെയും അതുപോലെ തന്നെ പെരുന്നാളുകള്, വെടിക്കെട്ടുകള് ഒക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ സ്റ്റേജ് പ്രോഗ്രാംസിലും വലിയ രീതിയിലുള്ള സൗണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ സ്വകാര്യതയ്ക്ക് വേണ്ടി പല പല ഹെഡ്സെറ്റുകളും വയർലെസ്സും അല്ലാതെയൊക്കെ ആയിട്ടുള്ള ഹെഡ്സെറ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന ഇതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും കേസും കൊടുത്തിട്ടുണ്ട്. ഇത് സൗണ്ട് പൊല്യൂഷൻ ആണ്, അത് ആളുകളെ ബാധിക്കുന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എന്താണ് ഡോക്ടർ അഭിപ്രായം? അത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ, അത് ആളുകളെ ബാധിക്കുന്നതാണോ? ഒന്ന് പറയാവോ? ആദ്യം ഞാൻ ഈ നമ്മുടെ ഉത്സവങ്ങളുടെ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളുടെ ആ കാര്യം പറയാം. അതായത് ശബ്ദം ഒരു 8 മണിക്കൂറിൽ കൂടുതൽ
ഒരു 100 ഡെസിബൽ കൂടുതൽ ശബ്ദം നമ്മൾ കേട്ടാൽ കേൾക്കുറവ് ഉണ്ടാവാം എന്നുള്ളത് ഒരു പഠനമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ശബ്ദങ്ങളുടെ നമ്മളിപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അവിടെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളുടെ ഒരു മെഷർമെന്റ്, സൗണ്ട് മെഷർമെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സൗണ്ട് മെഷർ ചെയ്യുകയും അവിടെ എത്ര ശബ്ദം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ ശബ്ദം കേൾവിക്കുറവ് ഉണ്ടാക്കാൻ തക്കതല്ല എന്നുള്ളത് പാലിക്കുകയും ചെയ്യേണ്ടത് ഒരു നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലും ഇതിന്റെ നിയമമുണ്ട്. നോയിസ് കൺട്രോൾ ആക്ടുകളുണ്ട്. അപ്പൊ നോയിസ് കൺട്രോൾ ആക്ടുകൾ കീഴിൽ വരുന്ന ഒരു കാര്യമാണിത്. ശബ്ദം ഒരിക്കലും ഈ പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. ആ പെർമിസിബിൾ ലിമിറ്റിന് പുറത്തേക്ക് പോകാൻ പാടില്ല. അഥവാ അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ ശബ്ദം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിവൈസസ് കൊടുത്തിരിക്കണം എന്നുള്ളത് ഒരു നിയമമാണ്. നമ്മുടെ ചില ഫാക്ടറികളിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമാണ്. അപ്പൊ അവരുടെ ഉപജീവനത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് അവിടെ ഫാക്ടറികളിൽ കർശനമായ നിയമമുണ്ട്. കേൾവിക്കുറവ് റുട്ടീനായിട്ട് ടെസ്റ്റ് ചെയ്യുക, ഇയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ നിയമങ്ങൾ എത്രത്തോളം പ്രാബല്യമാവും എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതൊരു നോയിസ് കൺട്രോൾ ആക്ട് ഇന്ത്യയിലുണ്ട്. ആ നോയിസ് കൺട്രോൾ ആക്ടിന് അനുസരിച്ചിട്ട് പെർമിസിബിൾ ലിമിറ്റുകളുണ്ട്. അപ്പൊ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നതുമാണ്. കാരണം ഇത് കേൾവിക്കുറവ് ഉണ്ടാക്കാം. ഇതിന്റെ എത്ര ഡ്യൂറേഷൻ നമ്മൾ കേട്ടു, എത്ര ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു, ഇതിനനുസരിച്ചിട്ട് നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മൾ സ്ഥിരം ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുക, റിക്രിയേഷണൽ നോയിസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് അത് വരിക. റിക്രിയേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് സ്ഥിരമായി ഹെഡ്ഫോൺ ഉപയോഗിക്കുകയും ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഈ നമ്മുടെ ഹെഡ്ഫോണുകളെല്ലാം നമ്മുടെ കർണപുടം ഇയർ ഡ്രമ്മിനോട് ചേർന്നാണ് ഇരിക്കുക, കുറച്ചും കൂടെ അടുത്താണ് ഇരിക്കുക. നമ്മൾ സാധാരണ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് എത്തുക. ഇത് നമ്മൾ ശബ്ദം ഡെലിവർ ചെയ്യുന്നത് തന്നെ നേരിട്ട് ഇയർ ഡ്രമ്മിന്റെ അടുത്തേക്കാണ്. അപ്പോൾ ആ ഇയർ ഡ്രമ്മും ഇതിനകത്ത് നമ്മളിങ്ങനെ, അതൊരു കുഞ്ഞൊരു ക്യാവിറ്റിയാണ്. അപ്പൊ ആ ക്യാവിറ്റിക്കകത്ത് വോളിയം കുറവായതുകൊണ്ട് തന്നെ ശബ്ദത്തിന്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഡാമേജ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഡാമേജ് ഉണ്ടാക്കുന്നു, കോക്ലിയയുടെ ഹെയർ സെല്ലുകൾ നശിപ്പിക്കുന്നുള്ളതിന് കൃത്യമായ പഠനങ്ങളും തെളിവുകളും ധാരാളം ഉണ്ട്. പ്രത്യേകിച്ചും 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മള് പ്രായമായ ആൾക്കാരിലെ കേൾവിക്കുറവിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. അപ്പൊ പ്രായമായി എന്ന് പറയുമ്പോൾ എത്രയാണ് ഈ പ്രായം? അത് പണ്ട് ഒരു 10 വർഷം മുമ്പ് പ്രായമായിട്ടുണ്ടാവുന്ന കേൾവിക്കുറവ് 60 വയസ്സിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇപ്പോ പ്രായമായവരിലെ കേൾവിക്കുറവ് ഒരു 40 വയസ്സിലുണ്ടാവും. അതിനുള്ള ഒരു മെയിൻ റീസൺ നമ്മുടെ ഒരു 18 വയസ്സിലൊക്കെ ഉപയോഗിക്കുന്ന റിക്രിയേഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നോയിസ് ആണ്. നോയിസ് ഏത് രീതിയിലാണെങ്കിലും ലേക്ക് നയിക്കാം. അതിന്റെ എത്ര ഡ്യൂറേഷൻ നമ്മൾ കേട്ടു, എത്ര ഇന്റൻസിറ്റി കേട്ടു, ഇതനുസരിച്ചിട്ട് കേൾവിക്കുറവിലേക്ക് നയിക്കാം. അപ്പോ പ്രായമായി വരുമ്പോൾ നിങ്ങൾക്ക് കേൾവിക്കുറവ് ഉണ്ടാകുമോ എന്നതിന്റെ ഒരു ഘടകം നിങ്ങളുടെ നോയിസ് എക്സ്പോഷർ ആണ്. അത് റിക്രിയേഷനിൽ ആവാം, മറ്റ് പല രീതിയിലും ആവാം. നമസ്കാരം, ഒരു ചോദിച്ചോട്ടെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. കാരണം വെച്ചാൽ എൻ്റെ മകൾക്ക് ഇതുപോലെ 1.5 വയസ്സിൽ കേൾവി നഷ്ടപ്പെട്ടതാണ്, മെനിഞ്ചൈറ്റിസ് വന്നിട്ട്. അതിനുശേഷം ഇപ്പോൾ ആൾക്ക് 26 വയസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിള് അറിയുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ കേൾവി ശക്തി നഷ്ടം ഇല്ലാത്ത കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് കോക്ലിയർ ഇംപ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് അവർ കേൾവിയുടെ ലോകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ? അതോ അവരെ ഈ സൈൻ ലാംഗ്വേജിന്റെ ആ ലോകത്ത് തന്നെ നിർത്തിയാൽ മതിയോ? കാരണം ഇത് ഇപ്പൊ 2 ആസ്പെക്ട്, ഞാൻ ചെറുപ്പത്തിൽ ഒരു 20 വർഷം മുന്നേ അവരിതെല്ലാം ചെയ്ത് ഈ ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കുറെ വായനകളാണ് അന്ന് നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പോൾ പലരും പറയുന്നത് അതിന്റെ ആവശ്യമില്ല, അവർ ആ സൈൻ ലാംഗ്വേജ് ആണ് അവർക്ക് ആപ്റ്റ് വെച്ചെങ്കിൽ ലെറ്റ് ദം ഫോളോ ദാറ്റ്, വൈ യു കമ്പൽ ദം ആൻഡ് ബ്രിങ് ടു ദം ദിസ് വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് മാഡം എന്താ പറയുന്നത്? ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 2 സ്കൂൾ ഓഫ് തോട്ടാണ് സർ. ഇപ്പൊ ഞാനൊരു 10 വർഷം സ്ഥാപനത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഡിയോളജി എന്നുള്ളൊരു വിഭാഗവും അത് ഇവോൾവ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ
കേൾവി എന്നുള്ളതിലേക്ക് കേൾവി റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതിനെ കേൾവി തിരിച്ചു നൽകിയിട്ട് ഭാഷ ട്രെയിൻ ചെയ്തിട്ടാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു അടിസ്ഥാനം. ഭാഷ ഡെവലപ്പ് സൈൻ ലാംഗ്വേജ് ആംഗ്യ ഭാഷയിലൂട്ടിലും ഉണ്ട്. ഇപ്പൊ ഇത് രണ്ടും ഞാൻ പ്രായത്തിൽ തന്നെ സർജറി ചെയ്ത് അമ്മമാരോ പഠിപ്പിച്ചെടുത്ത കുട്ടികൾ കോളേജിൽ എത്തി കഴിയുമ്പോൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഉപേക്ഷിക്കുകയും സൈൻ ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യുന്ന പ്രവണതയും ഉണ്ട്. അപ്പൊ വളരെ അധികമാണ്. ഇപ്പോ ഡെഫ് കൾച്ചർ എന്ന് പറഞ്ഞാല് ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇതൊരു ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രാപ്തമായിരിക്കുന്നത് അതനുസരിച്ചിരിക്കും കുട്ടികൾ ഒരു ഇതിന്റെ ഒരു അടിസ്ഥാനം. അതായത് ഇപ്പോ സൈൻ ലാംഗ്വേജ് വഴി മാത്രം പഠിപ്പിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്കൂളിങ്ങും കോളേജ് എഡ്യൂക്കേഷനും ഈവൻ എംപ്ലോയ്മെന്റ് വരെ എത്തുന്ന കുട്ടികൾ നമുക്ക് വെസ്റ്റേൺ വേൾഡിൽ കാണാൻ പറ്റും. അതായത് ഡെഫ് സ്കൂൾസ് വഴി മാത്രം പഠിച്ചു വന്ന് നല്ല രീതിയിൽ എംപ്ലോയബിലിറ്റി ഉള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും. കാരണം സ്കൂളുകളിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവുക, ലാംഗ്വേജിലൂടെ അവരെ പഠിപ്പിക്കാൻ ട്രെയിൻ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവുക, കോളേജുകളിൽ എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഇന്റർപ്രറ്റേഴ്സ് ഉണ്ടാവുക, എല്ലാം സൈൻ ലാംഗ്വേജിൽ അവൈലബിൾ ആയിരിക്കുക. അതോടൊപ്പം സമൂഹം സൈൻ ലാംഗ്വേജിനെ ഉൾക്കൊള്ളുക. നമ്മൾ പോകുന്നിടത്തെല്ലാം സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റേഴ്സ് ഉണ്ടാവുക. സൈൻ ലാംഗ്വേജ് പഠിക്കാൻ സാധാരണക്കാർക്കും സൈൻ ലാംഗ്വേജ് പഠിക്കാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവുക. അതുപോലെ നമ്മൾ ജോലി സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഞാനൊരു സൈൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് അവിടെ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കുക, ചലഞ്ചസ് ഉണ്ടാവാതിരിക്കുക. ഇതെല്ലാം ഉള്ള ഒരു സമൂഹത്തിൽ മാത്രം നമുക്ക് സൈൻ ലാംഗ്വേജിന് വേണ്ടി വാദിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൈൻ ലാംഗ്വേജിന്റെ പ്രശ്നമല്ല അത്. നമ്മുടെ സിസ്റ്റം അതിനെ അക്കോമഡേറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ജീവിതം എളുപ്പമാവുള്ളൂ. അല്ലാത്ത പക്ഷം സൈൻ ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ജോലി സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവർ കൂടുതൽ ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിക്കാറാണ് പതിവ്. അപ്പോൾ ഇത് പതിയെ സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടായി വരേണ്ട കാര്യമാണ്. ഇതെല്ലാം വ്യക്തികളുടെ ചോയ്സസ് ആണ്. അപ്പോൾ ഡെഫ് കൾച്ചർ എന്നനുസരിച്ചിട്ട് നമുക്ക് വളരെ ഇന്നേറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഷയാണ് സൈൻ ലാംഗ്വേജ്. അത് പഠിച്ച് അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഫോളോ ചെയ്യാനുള്ള ഒരു സ്പേസ് സിസ്റ്റം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു മാർഗമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതോടെ തന്നെ ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാറുള്ളത്, ഇപ്പോൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഇപ്പൊ കേരളത്തിൽ ഏതാണ്ട് ഒരു 3500ഓളം പേരൻസ് കുട്ടികൾ കേരളത്തിൽ ഓൾറെഡി 3500-4000 അടുത്ത് കുട്ടികൾ കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞവരുണ്ട്. അതിൻ്റെ ഒരു സംഘടനയും അതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കോക്ലിയർ ഇംപ്ലാന്റിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇംപ്ലാന്റ് എല്ലാം നമ്മൾ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, അറിയാലോ. അത് ഇവിടെ ഇന്ത്യയിൽ ഈ സാധനം ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത് ബയറബിളേ അല്ല. പല ഈ ഗവൺമെന്റ് സ്കീമുകളിലും വെച്ച് ഇവര് കോക്ലിയർ ഇംപ്ലാന്റ് നടക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ എന്തെങ്കിലും ഒരു പാർട്സ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ പാരന്റ്സ് കിടന്ന് പറക്കാൻ പറയുന്ന ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും? അതായത് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഹിയറിംഗ് എയ്ഡും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹിയറിംഗ് എയ്ഡ് ഇപ്പൊ ഞങ്ങള് റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു ഹിയറിംഗ് എയ്ഡ് ഡെവലപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു മൈക്രോഫോൺ വേണം സൗണ്ട് പിക്ക് ചെയ്യാൻ, പിന്നെ നമുക്കൊരു ഫ്രീക്വൻസി ഫിൽട്ടർ വേണം, അതിനകത്ത് ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസർ വേണം, അത് റിസീവർ വേണം, അതൊരു സ്പീക്കറിന്റെ ഒരു മിനിയേച്ചർ ഫോം വേണം. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം വേണം. ഇത്രമാണ് ഒരു ഹിയറിംഗ് എയ്ഡിന്റെ സർക്യൂട്ടറി. കോക്ലിയർ ഇംപ്ലാന്റിലേക്ക് വരുവാണെങ്കിലും വ്യത്യസ്തമല്ല, ഒരു ഹൈ എൻഡ് ടെക്നോളജി അല്ല. നമ്മളിപ്പോ നമ്മുടെ ഓഡിയോ ഡിവൈസസ് ഒക്കെ, നമ്മുടെ എയർപോഡ്സും നമ്മുടെ ഹെഡ്ഫോൺസ് ഒക്കെ ഏത് ടെക്നോളജിയാണോ ഫോളോ ചെയ്യുന്നത് ആ ടെക്നോളജി തന്നെയാണ് ഇംപ്ലാന്റിലും ഉള്ളത്. ഇപ്പൊ നോയിസ് റിഡക്ഷൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മൾട്ടി ചാനൽ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നു. ഇപ്പൊ ചിലപ്പോൾ 8 ചാനൽ 10 ചാനൽ 20 ചാനൽ ഹിയറിംഗ് എയ്ഡ് എന്ന് പറഞ്ഞാൽ വില കൂട്ടി വെക്കുന്നു. അപ്പൊ ഈ ഒരു 8 ചാനലുള്ള ഹിയറിംഗ് എയ്ഡും 10 ചാനലും തമ്മിൽ ഉള്ള വ്യത്യാസം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ള പ്രോസസ്സിലൂടെയാണ്. അതുപോലെ തന്നെയാണ് ഇംപ്ലാന്റിലും. അപ്പൊ ഈ ടെക്നോളജിയുടെ കോസ്റ്റ് അല്ല
ഇത് ഉണ്ടാക്കാനുള്ള മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ല, ഇതിന്റെ റിസർച്ച് കോസ്റ്റ് എന്നാണ് ഇവർ കൂടുതലും അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ 1960-ലാണ് കോക്ലിയർ ഇംപ്ലാന്റ് വന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും നമ്മുടെ ചൈനക്കാര് ഒരു ന്യൂറോട്രോൺ എന്ന് പറഞ്ഞ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. സൗത്ത് ഏഷ്യൻ കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ കൺസ്യൂമേഴ്സ്. പക്ഷേ ഇതുണ്ടാക്കുന്നത് ഓസ്ട്രേലിയ, യൂറോപ്പ് രാജ്യങ്ങളിലാണ്. ലോകത്താകെ ഒരു 4 കമ്പനി മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. തുടക്കത്തിലുള്ള ഒരു കമ്പനിയും പിന്നീട് വന്ന ഒരു 2-3 കമ്പനികളും. മാത്രമല്ല നമ്മുടെ ശ്രുതിതരംഗം പോലുള്ള പദ്ധതികളിലേക്ക് ഒരു ടെൻഡർ വിളിക്കുമ്പോൾ ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുകയും, ഇതിപ്പോ ഹിയറിംഗ് എയ്ഡിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്, ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുകയും ആ സ്പെക്ക് മീറ്റ് ചെയ്യുന്ന കമ്പനികളിൽ ഏതാണോ ഏറ്റവും ചീപ്പർ ആയിട്ടുള്ളത് അത് ഓപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മിക്കവാറും ഈ കമ്പനിയിൽ കൊടുക്കുന്നത് അവര് ഔട്ട്ഡേറ്റഡ് ആവാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയും പിന്നീട് ഈ സർജറി കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ പ്രോഡക്റ്റ് നിലവിലില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങേണ്ടി വരിക ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ചൂഷണമുണ്ട്. ഇതിനകത്ത് നമ്മള് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഒരുപാട് പണം ഇതുപോലുള്ള കുറച്ച് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയും, എന്നാൽ ഇതിനകത്ത് ടെക്നോളജിയുടെ കോസ്റ്റ് വളരെ കുറവും മറ്റ് കോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പേ ചെയ്യുന്നത്. ഇപ്പൊ 7 ലക്ഷം രൂപ ഒരിക്കലും ഒരു ഡിവൈസിന് ഉണ്ടാവുന്നില്ല. അതിന്റെ റിസർച്ചും അതിന്റെ അനുബന്ധ ചെലവുകളുമാണ് ബാക്കിയുള്ള കോസ്റ്റുകൾ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇൻഡിജീനസ് കോക്ലിയർ ഇംപ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അതിന്റെ റീസൺ ടെക്നോളജി അല്ല, മറ്റ് പല റീസൺസും ആണ്. DRDOയുടെ പിന്നെ നേതൃത്വത്തില് APJ അബ്ദുൽ കലാം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിപ്പോഴും അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അതിന്റെ പ്രാധാന്യം സർക്കാർ മനസ്സിലാക്കാത്തത് കൊണ്ടും പിന്നെ കേൾവിക്കുറവുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പോപ്പുലേഷൻ ആയതുകൊണ്ടും ആവാനാണ് സാധ്യത. സുഹൃത്തുക്കളെ, നമുക്ക് കുറച്ച് വേഗത്തിലാക്കാൻ തോന്നുന്നു. ഞാൻ ചാറ്റ് ബോക്സിലുള്ള ഒരു 2 ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാം. ചാറ്റ് ബോക്സിൽ 2 ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ ചോദിച്ചിരിക്കണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇയർഫോൺ യൂസേജ് നമ്മുടെ കേൾവിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ അതില് നമ്മൾ എങ്ങനെയാണ് ഇൻ ഇയർ, ഓൺ ഇയർ, ഓവർ ഇയർ ടൈപ്സ് ഓഫ് നോയ്സസ് ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ അതിനെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇയർ ഡാമേജിനെ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക, ഏതാണ് അതിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വെക്കുന്ന ഡിവൈസ് നമ്മൾ റിക്രിയേഷണൽ പർപ്പസിന് വേണ്ടി, റിക്രിയേഷൻ നമ്മൾ പാട്ട് കേൾക്കാനൊക്കെ വെക്കുന്ന ഡിവൈസ് ചെവിയുടെ ഇയർ ഡ്രമ്മിന്റെ അടുത്ത് എത്ര ദൂരെയാണ് അതനുസരിച്ചിട്ടാണ് ഡാമേജ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോ ഒരു 60, നമ്മളിപ്പോ വോളിയം കൂട്ടുന്ന അനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ചെറിയൊരു ഫിസിക്സ് ആണ്. അതായത് ഒരു ചെറിയ ക്യാവിറ്റിക്കകത്ത് ഒരു 60 ഡെസിബൽ സൗണ്ട് എത്തുന്നതും ഒരു വലിയ ക്യാവിറ്റിക്കകത്ത് അത് എത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ചെവിയുടെ ഇയർ ഡ്രമ്മിനോട് കൂടുതൽ അടുത്തിരിക്കുന്ന ഡിവൈസസ് ഓപ്റ്റ് ചെയ്യുമ്പോഴാണ് കേൾവിക്കുറവിന് കൂടുതൽ സാധ്യത ഉണ്ടാവുക. പകരം നമ്മുടെ ചെവിയുടെ പുറമേ വെക്കുന്ന ഓവർ ദ ഇയർ വെക്കുന്ന ഡിവൈസസ് ആണെങ്കിൽ കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യത മറ്റതിനേക്കാളും താരതമ്യേന കുറവായിരിക്കും. ചെവിയുടെ അകത്തേക്ക് വെക്കുന്ന ഡിവൈസസിനേക്കാളും കുറവായിരിക്കും. പിന്നീട് ഇപ്പോ ഉള്ള നമ്മളിപ്പോ പറയുന്ന കമ്പാരിസൺസ് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സൗണ്ട് ടെക്നോളജിയിൽ കൂടുതലും വരുന്നത് ഈ ചെവി മുഴുവൻ കവർ ചെയ്തിരിക്കുക, ചെവിക്കകത്തേക്ക് ഇരിക്കുക, ഇതിന്റെയൊക്കെ മെയിൻ ഉദ്ദേശം വരുന്നത് ചുറ്റുപാടുള്ള നോയ്സ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതും പിന്നെ ആവശ്യത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ കേൾവിക്കുറവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിൻ്റെത് മെയിൻ ഉദ്ദേശം വോളിയം കൂട്ടാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് മിക്കവാറും ഡിവൈസസിൽ ഇപ്പോൾ നമ്മൾ വോളിയം ഒരു പരിധിക്കുള്ളിൽ കൂട്ടുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ഇൻഡിക്കേഷൻ കാണിക്കാറുണ്ട്, നിങ്ങളുടെ പരിധിക്ക് പുറത്തേക്ക് വോളിയം കൂട്ടി എന്നുള്ളത്. അപ്പോൾ വോളിയം കുറച്ച് വെക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. പിന്നെ ചെവിയുടെ പുറമേ വെക്കുന്ന ഡിവൈസസ് ഉപയോഗിക്കുക. കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെവിയുടെ പുറമേ കവർ ചെയ്തിരിക്കുന്ന ഹെഡ്ഫോൺസ് ഉപയോഗിക്കുക. ചെവിയുടെ ഉള്ളിലേക്ക് ഇരിക്കുന്ന ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഇത് 2 ഓപ്ഷൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ
നമ്മളിപ്പം എയർപോർട്ട്സോ അല്ലെങ്കിൽ അതുപോലത്തെ ഡിവൈസസ് ഒക്കെ ചിലതിലൊക്കെ നമുക്ക് ഒരു കൺട്രോൾ ഓപ്ഷൻസും ഉണ്ട്. നോയ്സ് പുറമേ നിന്നുള്ള നോയ്സ് ക്യാൻസൽ ചെയ്യുന്ന ഡിവൈസസ് ആണെങ്കിൽ നമ്മൾ വോളിയം ഒരുപാട് കൂട്ടില്ല. കാരണം ഈ ഡിവൈസ് തന്നെ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വോളിയം കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ടെക്നോളജി കൃത്യമായി ചൂസ് ചെയ്യുക, കൃത്യമായി ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഭാഗമായിട്ടോ തുടർച്ചയായി ഉപയോഗിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ടെക്നോളജിയിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. അതായത് നോയിസ് റിഡക്ഷനുള്ള ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെവിയുടെ പുറമെ വെക്കുന്നത് യൂസ് ചെയ്യുക. ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. ഓക്കെ, വേഗത്തിൽ തന്നെ ഞാൻ അടുത്ത ചോദ്യം കൂടി ചോദിക്കാം. ചാറ്റിൽ ഒരു ചോദ്യം കൂടിയും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു സിംഗിൾ ഇയർഫോൺ ആയിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ടല്ലോ. കാരണം അപ്പൊ മറ്റേ ചെവി അവിടെ ഉണ്ട്, കേൾവി കൃത്യമായിട്ടുള്ള കേൾവിയുള്ള ചെവി അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പൊ അത് നമ്മുടെ ഇയർ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ഈ നമ്മുടെ രണ്ട് ചെവിയും കൂടി ചേർന്നിട്ടുള്ള ഡയറക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ കേപ്പബിലിറ്റിയെ അത് ബാധിക്കോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ലോങ് ടേം ആയിട്ടുള്ള എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് രണ്ട് ചെവിയും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സൗണ്ട് ലോക്കലൈസ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് ചെവിയിലും കേൾവിക്കുറവുള്ള ഒരാളാണെങ്കിൽ ഒരു ചെവിയിൽ ഒരു ഡിവൈസ് വെക്കുന്നു, മറ്റു ചെവിയിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കേൾവിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ചെവിയെ മാത്രം ആശ്രയിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ ലോക്കലൈസേഷൻ എന്നുള്ളതും രണ്ട് ചെവിയും ഏകോപിപ്പിച്ചിട്ടുള്ള സംവിധാനം നടക്കത്തേ ഇല്ല. അപ്പൊ അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഇനി ഒരു ചെവി കേൾക്കാം, ഒരു ചെവി കേൾക്കില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ കേൾക്കാത്ത ചെവിയിൽ ഹിയറിംഗ് എയ്ഡോ ഏതെങ്കിലും ഉപകരണം വെക്കുന്ന വഴി ഈ ബൈനോറൽ ഹിയറിംഗ്, രണ്ട് ചെവിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഹിയറിംഗ് കൂടുതൽ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ലോക്കലൈസേഷൻ സ്കിൽസിന് കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ ഈ രണ്ട് ചെവിയിലും കേൾവിക്കുറവ് ഉള്ളവരാണെങ്കിൽ പോലും വെക്കുന്ന ഡിവൈസസ് തമ്മിൽ ഇന്റഗ്രേറ്റ് ആവണം എന്ന് നിർബന്ധമില്ല. കാരണം ഇത് വളരെ നാച്ചുറലി നമ്മുടെ സാധാരണ ഹ്യൂമൻ ഇയറിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ ഡിവൈസ് വെച്ചിട്ട്, ഞാൻ പറയുന്നത് രണ്ട് ചെവിയിലും പ്രോബ്ലം ഉള്ളവർക്കാണ്, ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ആവും എന്നുള്ളതിന് തെളിവുകൾ കുറവാണ്. അതിന് ഡിവൈസിന്റെ മെയിൻലി ഈ ഡിവൈസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സംസാരം ക്ലിയർ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിൻ സ്റ്റെമിലേക്ക് ഒരേ ടെംപ്ലേറ്റുകളിലുള്ള ശബ്ദങ്ങൾ എത്തണം. അപ്പൊ അത്രയില് നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ചോദ്യവും ഉത്തരവും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. വേറെ ചോദ്യങ്ങളില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും ഡോക്ടർ ഹസ്നയ്ക്ക് വലിയൊരു നന്ദി. വളരെ എന്താ പറയണ്ടേ, ശരിക്കും കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും കൂടി അത് വലിയൊരു ചർച്ചയിൽ, ചെറിയൊരു രീതിയിൽ ചർച്ചയും പിന്നെ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടാനും കൂടി നമുക്കതൊരു സഹായമായിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഏരിയകളാണ് ഇങ്ങനത്തെ പല ഡിസബിലിറ്റീസിന്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അവര് അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലോകം എന്താണെന്നുള്ളത് സാധാരണ ഒരു കോമൺ മെയിൻ സ്ട്രീമിലേക്ക് എത്താതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്കും കൂടി ടച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കത് പറ്റിയെന്ന് വിചാരിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.